السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي جعل النكاح سنة للأنام وفاصلا بين الحلال والحرام، والصلاة والسلام على رسوله محمد الذي قال النكاح سنتي فمن رغب عن سنتي فليس مني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: إذا تزوج العبد فقد استكمل نصف الدين فليتق الله في النصف الباقي. നാളെ പിർസത്തോ ബാലക്കാർ പെങ്ങന്മാർ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കിട് വൈവാഹിക ജീവിതാച്ചുള്ളത്. മനുഷ്യರ ജീവിതത്തೋ രണ്ടാമത്തെ ಭಾಗ ವೈವಾಹಿಕ ಜೀವಿತ ಉള്ളത്. ಆ ವೈವಾಹಿಕ ಜೀವಿತത്തിൽ കടക്കടയ്ക്ക് മുതലത്തെ ജീവന അവൻ്റെ ഉമ്മ വാപ്പ പെങ്ങന്മാർ ബ്രദർസറോ കൂടെ അവൻ്റെ ജീവിത എങ്ങനെയെങ്കിലും പോയെങ്കിൽ പ്രശ്നമില്ല. അതേസമയത്ത് വൈവാഹിക ജീവിതത്തിൽ ഒരാൾ കടന്നാൽ പിന്നെ അവൻ്റെ ജീവിതം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അവൻ്റെ ജീവന ബർബാദാവും. അപ്പോൾ ഒരു മനുഷ്യരോ ജീവന സാർത്ഥക്കാവണമെങ്കിൽ ഒരു മനുഷ്യരുടെ ജീവിത പെർഫെക്റ്റ് ആയിട്ട് അവന് കിട്ടണമെങ്കിൽ അത് ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ, അങ്ങനെ ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ അവൻ്റെ വൈവാഹിക ജീവന ചന്താവണം. വൈവാഹിക ജീവന ചന്തായെങ്കിൽ മാത്രം അവൻ്റെ ഫുൾ ലൈഫ് ബ്യൂട്ടി ആവണം. ദുനിയാവിലും ആഖിറത്തിലും ആവണം വിജയിക്കിട. അതായിട്ടിക്കിട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ: ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ഒരു മനുഷ്യ മങ്ങിലായെങ്കിൽ അവൻ ജീവനത്തോ പാതിയും അവൻ കംപ്ലീറ്റ് ആക്കിയ, പിന്നെ പാതി ബാക്കി വിഷയങ്ങളിലെല്ലാം അവൻ പൂർത്തിയാക്കിങ്കാവിടു മെയ്യാവിടു. ഫല്യത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാക്കി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അപ്പോൾ വൈവാഹിക ജീവിത ചൊല്ലത് ഒരു മനുഷ്യರ ജീവിതത്തിൽ ವೆರಿ 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 ಇಂಪಾರ್ಟೆಂಟ್, ಬಹಳ ಉತ್ತಮವಾದ ಒಂದು ವಿಷಯ നിങ്ങൾക്ക് കന്നഡത്തിൽ ചൊല്ലാം. അപ്പം അതുകൊണ്ട് വൈവാഹിക ജീവിത സംബന്ധമായ 3 വിഷയങ്ങൾ ആയിട്ട് ഞങ്ങൾ പാർട്ടായിട്ട് തിരിക്കുക ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ്സിൽ വിവാഹപൂർവ ഒരാൾ വൈവാഹിക ജീവിതത്തിൽ കടക്കടയ്ക്ക് മുന്നോളു അവൻ എന്തെല്ലാം ആക്കണം, അവൻ ഏത് രൂപത്തിൽ ಅದಕ್ಕೆ പ്രിപ്പയർ ആവണോ ചെല്ലത് അവൻ ബിഫോർ നിക്കാഹ്, ബിഫോർ മാരേജ് ചെല്ല നിക്കാഹുടെ മുന്നലു അവൻ എങ്ങനെ പ്രിപ്പയർ ആവണു ഒരു മനുഷ്യ. ആ പ്രിപ്പയർ ആയെങ്കിൽ മാത്രം അവൻ്റെ വൈവാഹിക ജീവിത ചന്താവും. ഏതൊരു വിഷയത്തിൽ ഒരു സെറ്റപ്പും ചെന്നിട്ടുണ്ട്, ഒരു തർത്തീബും ചെല്ലാൻ. ഇപ്പം നിസ്കാരത്തിಗೆ തർത്തീബുണ്ട്, എല്ലാ വിഷയത്തിലും ഒരു തർത്തീബുണ്ടിക്കരുത്, ഒരു പ്രിപ്പയറിങ്. ഞങ്ങൾ സ്കൂളും കോളേജും പോയ ബാലക്കാർ ആൺമക്ക പെൺമക്ക ആയതുകൊണ്ടിട്ടു ഈ പ്രിപ്പറേഷൻ ചെല്ല ಬಗ್ಗೆ ഞങ്ങൾ വിവരണ ആക്കണേ ഇല്ല. കാരണം അതെല്ലാവർക്കും കൊന്നുണ്ട്. ഒരു എക്സാം എഴുതിയ ആൾമാർ അല്ലെങ്കിൽ ഒരു സ്കൂൾ പോണ്ട കോളേജിൽ പോണ്ട മക്ക നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ആയിട്ട് പോയെങ്കിൽ ഞങ്ങൾ ആ പഠനത്തിൽ വലിയൊരു സാർത്ഥകമാവും. അതേപോലെ നിക്കാഹ് ഒരാൾ കടക്കടയ്ക്ക് മുന്നോളൂ അവൻ എങ്ങനെ പ്രിപ്പയർ ആവണം ചെല്ലതായിട്ട് ഞങ്ങൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ സമ്പൂർണമായ ചിത്രಣ ഇൻഷാ അള്ളാഹ് നിങ്ങൾ മുന്നിൽ വയ്ക്കിற അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ക്ലാസ് പൂർണ്ണമായിട്ട് കേട്ട് ഒർക്ക 2 വട്ട 3 വട്ട റിപ്പീറ്റ് ആക്കിയിട്ട് കേട്ടിട്ട് മനസ്സിൽ ബൈഹാർട്ടാക്കി വെച്ചിട്ട് പിന്നെ ആവണോ അവൻ്റെ മാരേജ് ലൈഫിൽ പോകണമായത്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമുക്കതിരോ ആ ഒരു വൈവാഹിക ജീവിതത്തോ ആ നല്ലൊരു മാധുര്യ ಅದರ മധുര അനുഭവിക്കുക അള്ളാഹു താല നമുക്ക് തൗഫീഖ് ആക്കട്ടെ. ഒന്നാമതായിട്ട് വൈവാഹിക ജീവിതത്തിൽ കടക്കണായ ഒരു മനുഷ്യ ഒന്നാമതായിട്ട് അവനക്ക്
5 നിയത്ത് അവനക്ക് അത്യാവശ്യമായിട്ട്. 5 നിയത്ത്. അതായത് ഞാൻ വൈവാഹിക ജീവിതത്തിക്ക് പോണ്ടോ, ഈ ವೈವಾಹಿಕ ಜೀವಿತದ ಉದ್ದೇಶ ಅಂದ್ರು ಎಂದಿಗಾಯ್ತು ನಾನು ವಿವಾಹ ಆವಡೋ, ಎಂದಿಗೆ ನಾನು ಮಂಗಿಲಾವಡೋ ಚೆಲ್ಲದು ಅವನು മനസ്സിലാക്കണായത്. ಮುಂದಕ್ಕೆ ಗುರಿ, ಹಿಂದಕ್ಕೆ ಗುರು, ನುಗ್ಗುತ್ತಿದೆ ಧೀರರ ದಂಡು. ಮುಂದಕ್ಕೆ ಗುರಿ ಇಲ್ಲ, ಹಿಂದಕ್ಕೆ ಗುರು ಇಲ್ಲ, ನುಗ್ಗುತ್ತಿದೆ ಹಿಂದೆ ಹೇಡಿಗೆಲ್ಲ ಹಿಂಡು. സാധാരണ കന്നഡത്തിൽ ചൊല്ലുന്ന ഒരു നാന്നൊടിയായിട്ട്. അതായത് ഒരു മനുഷ്യ ഏതൊരു വിഷയത്തിൽ കിടക്കുമ്പോൾ അവനക്ക് ഒരു ഗുരി വേണം. അപ്പൊ വൈവാഹിക ജീവിതത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ വാട്ട് ഈസ് ദ എയിം ഓഫ് മാരേജ്? ಮ್ಯಾರೇಜ್ರು ಎಂದಿರೋ ಗುರಿ ಎಂದರು ಸಾಧಾರಣ ಇಂಡತ್ತ ಜನರೇಷನ್ ಇಂಡತ್ತ ಯುವ ಜನಾಂಗ ಮನಸ್ಸಿಲಾಕಿ വെച്ചിರೋ ಮ್ಯಾರೇಜ್ ഉള്ളത് ഓൺലി ലൈംഗിക സുഖം മാത്ര. അത് മാത്രമായിട്ട് ഇവിടെ മനസ്സിലാക്കിയ മനുഷ്യന്മാർ ഒരു ലൈംഗിക സുഖ ಮ್ಯಾರೇಜ್ ലൈഫ് എന്നെങ്കിൽ ഒരു ലൈംഗിക സുഖം. അപ്പൊ ഈ ലൈംഗിക സുഖ ചെണ്ട ഒരു ഗുരി മാത്രം മുന്നൽ വെച്ചിട്ടായിട്ട് പല ആൾമാരും ഞങ്ങളെ യുവജനാംഗ പ്രത്യേകമായിട്ട് അങ്ങ് ഏതെങ്കിലും ഒരു കണ്ട ഒരു പെണ്ണിടോ ലൈക്കാക്കിടാറ്, അങ്ങനെ പേരോൾ പോണ്ടാറ്. കുറേ സമയം പോകുമ്പോൾ അങ്ങ് ഈ ലൈംഗിക സുഖത്തോ ആശ തീർറ് വിട്ടുകൊടുറാറ്, ദാമ്പത്യ ജീവിത മുറിഞ്ഞു പോകണ്ടു. അല്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ അങ്ങ് ആ സുഖ പടഞ്ഞോണ്ടിക്കിടാറ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഭാഗത്തിൽ. ഇതെല്ലാം എന്താ കാരണം ചെന്നെങ്കിൽ വൈവാഹിക ജീവിതത്തെ ഗുരി എന്തൊരു ചെന്നിട്ട് ಗೊತ್ತಿಲ್ಲ. മനസ്സിലാക്കണം, പ്രത്യേകമായിട്ട് യുവജനാംഗ മനസ്സിലാക്കണത്. വൈവാഹിക ജീവിതದ ಗುರಿ കേവല ലൈംഗിക സുഖ അല്ല, അത് മാത്രം ചെന്നിട്ട് അതിന് മേൽ സീമിതമായിട്ട് ഇണ്ട് പല ഞങ്ങളെ ബാലക്കാർ ആൺമക്കും പെൺമക്കും ബെടക്കായിട്ടുള്ളൂ. അതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പലക്കം നോക്കൂ. മൻ തസവ്വജ ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ദീന്റെ പാദ്യം അവൻ പൂർത്തിയാക്കിയാണ്. വേറൊരു ഹദീസിൽ ചെല്ല് ഫഖദ് അഹ്റസ സുൽസൈ ദീനി. ദീന്റെ മുക്കാൽ ഭാഗം അവൻ എന്താക്കിയ പരിപൂർണമാക്കിയാണ്ടതിനർത്ഥം. അപ്പൊ അത്രത്തോളം ഒരു വൈവാഹിക ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് ചെന്നിട്ട് മനസ്സിലാവും. പക്ഷെ ഞങ്ങളെ ഇന്നത്തെ യുവജനാംഗ അതെന്താ മനസ്സിലാക്കില്ല ചെന്നെങ്കിൽ ಗೊತ್ತು ಗುರಿ ಇಲ್ಲದ ಜೀವನ. അവനക്കൊരു ഗുരിയില്ല, ഇതിനെന്തൊരു ഉദ്ദേശം ഉണ്ട് അവൻ ಗೊತ್ತಿಕ್ಕಿಲ್ಲ. അപ്പൊ അതുകൊണ്ട് ವೈವಾಹಿಕ ജീവിതത്തോ ಗುರಿ 5. ವೈವಾಹಿಕ ಜೀವನಕ್ಕೆ 5 ಮೆಟ್ಟಿಲುಗಳು ചെന്നിട്ട് നമുക്ക് ചൊല്ലാം. 5 ഗുരികളുണ്ട്. ഈ 5 ഗുരി കറക്റ്റ് ഒരുത്ത മനസ്സിലാക്കിയാൻ കണ്ടെങ്കിൽ അവൻ പിന്നെ കണ്ട പെൺമക്കളോ അല്ലെങ്കിൽ കണ്ട ആൺമക്കളോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പിറവിൽ പോകും അവൻ തയ്യാറിക്കില്ല. കാരണം അവൻ്റെ ആ ഉദ്ദേശം, അവൻ്റെ എയിം, ആ ഗുരി അത് പൂർത്തിയായി കിട്ടണം. അത് ഏതൊരു വിഷയത്തിലും അങ്ങനെ മേലേ. ഒരു കച്ചവടത്തിൽ ഇല്ലവണം അവനക്കൊരു എയിം ഇക്കറ്. ആ എയിം അവൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു ഗുരി. ആ ഗുരിക്ക് തലപ്പുഴ കൊടുത്തോലോ, അതുക്ക് അവന് എത്ര കൊടുത്തോലോ, ആ ഗുരി സക്സസ് അവിടെ കൊടുത്തോലോ അവൻ അതുക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക. ഒരു കാര്യത്തിൽ ഒരു കച്ചവടത്തിൽ പോകേണ്ട ഒരു മനുഷ്യ ആ ഭാഗത്തിൽ നിന്റെ ഗുരി സക്സസ് ആവില്ല, നിന്റെ ഉദ്ദേശം സക്സസ് ആവില്ല എന്ന് കണ്ടെങ്കിൽ അവൻ ആ ഭാഗത്തേക്ക് പോണ്ടില്ല. കാരണം അവനക്ക് ഒരു എയിം ഇക്കിട്. അപ്പൊ ഏതൊരു വിഷയത്തിലും അങ്ങനെ അതിൽ ആ പോണ്ട കാര്യത്തിൽ അവനക്ക് എയിം എന്തുകൊണ്ട് കൊന്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എയിം അനുസരിച്ചിട്ട് അവൻ പോണ്ട. അതേപോലെ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വൈവാഹിക ജീവിതം. അതിന് എയിം ഗൊന്തില്ലാണ്ടായിട്ട് ഇന്നത്തെ യുവജനാംഗ ബെടക്കായിട്ടുള്ളൂ. അപ്പൊ ഈ എയിം എന്തൊരു ചെന്നിട്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് സവിസ്താരമായിട്ട് നമുക്ക് വിശദീകരിച്ചിട്ട് തന്നു. ഒന്നാമത്തതായിട്ട് നിക്കാഹിടോ ഒന്നാമത്തെ ഉദ്ദേശമേ മഹബത്തുല്ലാഹി വ മഹബത്തുർ റസൂൽ. അള്ളാഹുടെ മഹബത്ത് ഒന്നും, അള്ളാഹുടെ സ്നേഹ, അള്ളാഹുടെ പ്രീതി. ഞങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒരാൾ കിടക്കുന്ന ഒരു മനുഷ്യ, ഒരു ബാലക്കാർ അല്ലെങ്കിൽ ഒരു ബാലക്കാർത്തി പെണ്ണ്, ഞാൻ എന്തിക്ക് വൈവാഹിക ജീവിതത്തിൽ കിടക്കണോ, നക്ക് ഈ വൈവാഹിക ജീവിതത്തിൽ അള്ളാഹുടെ സ്നേഹം വേണം, അള്ളാഹുടെ മഹബത്ത് നക്ക് കിട്ടണം. അപ്പൊ അള്ളാഹുടെ മഹബത്ത് കിട്ടണമെങ്കിൽ അവൻ പിന്നെ എന്താക്കില്ല, ഏതെങ്കിലും അല്ല ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അവൻ പോണ്ടില്ല.
കാരണം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു മാർഗത്തിൽ പോകുമ്പോൾ ഖണ്ഡിതമായിട്ടും അവിടെ അള്ളാഹുടെ മഹബത്ത് നിന്നൊക്കെ കിട്ടില്ല എന്ന് ചെന്നിട്ട് ഉറപ്പാണ്. അപ്പൊ അള്ളാഹുടെ മഹബത്ത് എന്തിക്ക് ഒരാൾ മങ്ങിലാവുടത്തിനെ ഇഷ്ടപ്പെടുറോ? അള്ളാഹുടെ മഹബത്തുക്കും ഒരാൾ മങ്ങിലാവുടേക്കും എന്തിരോ പിന്നെ ಅದಕ್ಕೆ എന്നുള്ള കണക്ഷൻ എന്തിരോ അത് മനസ്സിലാക്കുന്നു. നിങ്ങളിപ്പോ വിവാഹം ഒരാളവിടെ അവൻ നല്ല സുഖപ്പെടുற ಅದಕ್ಕೆ അള്ളാഹു എന്തിരോ ഇഷ്ട പടച്ചോൻ എന്തിരോ അതിൽ ഇഷ്ടപ്പെടുറോ? പടച്ചോൻ ഇഷ്ടപ്പെടുற അതില് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശ എന്തിരോ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ഇടറോ, അള്ളാഹുടെ അനുസരിക്കടോ, അള്ളാഹുടെ വിശ്വസിക്കറോ, അള്ളാഹുടെ നല്ല അനുസരിക്കടോ സൃഷ്ടിങ്ങ ഈ ഭൂമിയിൽ ഉണ്ടാവണോ ചെല്ലത് അള്ളാഹു വലിയ ഇഷ്ടമായിട്ട്. അപ്പൊ ആ ഇഷ്ട അത് പിന്നെ സഫലമാണെങ്കിൽ മനുഷ്യ മങ്ങിലാവണം. മനുഷ്യ മങ്ങിലായെങ്കിൽ മാത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല മങ്ങിലാവാണ്ട് അള്ളാഹു തആല കൂടെ സൃഷ്ടിക്കോ തീരാണ്ടല്ല അതിനർത്ഥം. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ രൂപത്തിലുള്ള ശക്തിയെല്ലാം ഉണ്ട്. അള്ളാഹു തആല മുസബ്ബിബുൽ അസ്ബാബ് ഉണ്ട് അള്ളാഹുടെ പേര്. ഏതൊന്നും നിമിത്തങ്ങളെ മുഖാന്തര കാരണങ്ങളെ മുഖാന്തരമായിട്ട് ഇവിടെ അള്ളാഹു തആല ഇവിടെ എല്ലാം ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് റിസ്ക് ദച്ചോടേക്ക് റിസ്ക് തറക അള്ളാഹു സാധ്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൽമാർക്ക് അള്ളാഹു മണ്ണ് സൽവാച്ചുള്ള റിസ്ക്കിടെ ഇറക്കി കൊടുത്ത ഖുർആനിലത് ചെള്ളു അങ്ങനെ തറകു സാധ്യമുണ്ട്. പക്ഷെ അള്ളാഹു തആല അങ്ങനെ ആക്കില്ല. എന്ത് നീ സ്വർത്ത് പോണു, സ്വർത്ത് പോയിട്ട് ശമ്പളം കിട്ടണു, ആ സാലറിയിൽ നീ റിസ്ക് എടുത്തിട്ട് തിന്നോ. ഇത് അള്ളാഹുടെ ഒരു തീരുമാനം നിശ്ചയമായിട്ട്. അതേപോലെ നീ കച്ചവടാക്കണം, കച്ചവടാക്കിയിട്ട് അതിൽ കിട്ടുന്ന ലാഭത്തിൽ നീ റിസ്ക് എടുത്തിട്ട് തിന്നോ. ഇങ്ങനെ ഇതെല്ലാം കച്ചവടാക്കുകയും സ്വറാക്കുകയും അവിടെ ശമ്പളം കിട്ടുകയും എല്ലാത്തും ശക്തി കൊടുക്കണമാണ് അത് അള്ളാഹുവേ. പക്ഷെ ഞങ്ങളെ കൊണ്ട് അള്ളാഹു തആല പ്രവർത്തിപ്പിച്ചിട്ട് കൂടെ എന്താക്കണം ആക്കണമെന്ന് ചെന്നതായിട്ട് അള്ളാഹുടെ തീരുമാനം, അള്ളാഹുടെ നിയമം അങ്ങനെ, അള്ളാഹുടെ സംവിധാനം അങ്ങനെ ആയതുകൊണ്ടിട്ടു കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലകു സുജൂദിടോ, അള്ളാഹുടെ അനുസരിക്കോ, അള്ളാഹുടെ ആ പിന്നെ വ്യക്തിത്വത്തോ അള്ളാഹുടെ കുതിരത്തിലോ ലോകത്ത് മുന്നോലു പരിചയപ്പെടുത്തോ ആൽമാർ ഈ ഭൂമിയിൽ വേണു ചെല്ലത് അള്ളാഹു വലിയ ഇഷ്ട. അങ്ങനത്തെ ആൽമാർ ഉണ്ടാവുന്നത് ചെല്ലത് അള്ളാഹു ഇഷ്ട. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവണമെങ്കിൽ അല്ല വെച്ച ഒരു സംവിധാനമായിട്ട് വിവാഹ ചെല്ലത്. അപ്പൊ ഒരു മനുഷ്യ ഞാൻ വിവാഹ ജീവിതത്തിൽ കടക്കടോ എന്തിക്ക് അള്ളാഹുടെ മഹബത്ത്. കാരണം വിവാഹ ജീവിതത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരിക്കടോ ഇഷ്ടപ്പെട്ടോ ആൽമാരൂടെ ഉണ്ടാവണം. അപ്പൊ അത് അള്ളാഹുടെ മഹബത്ത് കാരണ. അപ്പൊ വൈവാഹിക ജീവിതത്തോ ഒന്നാമത്തെ ഗുരിയെ അള്ളാഹുടെ മഹബത്തായിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരിക്കറോ നല്ല സ്വാലിഹായോ നല്ല മക്കളുണ്ടാവണമെങ്കിൽ അത് ശരീഅത്തോ ഇസ്ലാമുടോ റൂട്ട് എന്തുണ്ട് ആ റൂട്ടിലേ പോണാവുള്ളൂ. ആ റൂട്ടിൽ പോകുമ്പോഴേ അള്ളാഹുടെ അനുസരിക്കുന്ന ആൽമാരും ഉണ്ടാവിടാറ്. അപ്പമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബത്ത് നമുക്ക് കിട്ടും. അതേ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത റൂട്ടിലൂടെ ഏതെങ്കിലും എവിടെങ്കിലും കണ്ടിട്ട് ഹറാമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടപോലെ ഇങ്ങനെ പോകുമ്പോൾ ഖണ്ഡിതമായിട്ടും അവിടെ അള്ളാഹുടെ മഹബത്ത് നമുക്ക് കിട്ടില്ല. അപ്പൊ വൈവാഹിക ജീവിതത്തോ അതിപ്രധാനമായ ഒന്നാമത്തെ ലക്ഷ്യമേ മഹബത്തുല്ലാ. രണ്ടാമത്തത് മഹബത്തുർ റസൂൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് എങ്ങനെ അതിലുണ്ടാവണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് യാറാവണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇന്നി ഉബാഹി ബിക്കുമുൽ ഉമമ. ഞാൻ മഹ്ശറിലെത്തിയെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ഉമ്മത്തുണ്ടാവുള്ളൂ, അതുപോലെ ആദം നബി അലൈഹി സ്വലാമിയുടെ ഉമ്മത്ത് അവിടെ ഇക്കിട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഉമ്മത്ത് ഇക്കിടാറ്, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം തുടങ്ങിയ എല്ലാ നബിമാരുടെ ഉമ്മത്തും അങ്ങനെ ആ നബിമാരോ പെറവുലു അവിടെ വന്നിട്ട് ഇക്കിടാറ്. ആ സമയത്ത് രണ്ട് ഉമ്മത്തും പെറവുൽ ഇക്കിടാറ്. നാനായെങ്കില വെറും 23 years മാത്ര, 23 വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ അള്ളാഹുടെ ദീൻ ദഅവത്ത് നടത്തിയോ. ഈ ചെറിയൊരു വർഷങ്ങളിൽ നന്റെ ചെറിയ ആൾമാരോ സംഘമായിട്ട് ഞാൻ ആഖിറത്തിൽ പോകുമ്പോൾ നക്കത്ര നല്ലാവില്ല. നൂഹ് നബി അലൈഹി സ്വലാം 1000 വർഷം ജീവിച്ചിട്ട് ദഅവത്താക്കിറ്. അങ്ങനെ ഓരോ നബിമാരും 800, 600, 1000 വർഷത്തോളം ദഅവത്താക്കിയിട്ട്
ഇഷ്ടംപോലെ ഉമ്മത്തുകളെ കൊണ്ടുവരുമ്പോൾ നണ്ട ആൽമാരവിടെ കൊറോടിയാവിടുന്നത് എന്നൊക്കെ വലിയൊരു ചന്ത കാണില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്നി ഉബാഹിബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് നക്ക് നന്റെ ഉമ്മത്തുറ ಯಾರಾയിട്ട് കാട്ടുകുവരായിട്ട് നിങ്ങൾ എല്ലാവരും നക്ക് സപ്പോർട്ട് ആക്കണോ. എത്രത്തോളം നിങ്ങൾ ഹത്താ ബിസ്സഖത്ത് നിങ്ങളോ ബയത്തിൽ മറിച്ചക്കിടാവിടെ പറയെ നാലാഖിറത്തിൽ അവിടെ ഹാജരാക്കിടാർ. അതും നന്റെ ഉമ്മത്തിൽ മെമ്പറായിട്ട് നാണ് കണക്കൂട്ടര ചെന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വലിയ ഇഷ്ടായിട്ടിക്കിട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തൂടെ ഉണ്ടാവണോ. അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശ അള്ളാഹുടെ മഹബത്ത്, രണ്ടാമത്തെ ഉദ്ദേശ മഹബത്തുർ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത്. ഇനി തീരുമാനിക്കുന്നു ഓരോ ബാലക്കാരും ബാലക്കാർത്തിമാരും വൈവാഹിക ജീവിതത്തിക്ക് ഞങ്ങൾ കടക്കൂടോ. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉദ്ദേശം എന്തോ മഹബത്തുല്ലാ, അള്ളാഹുടെ സ്നേഹ, അള്ളാഹുടെ മഹബത്ത് നക്ക് ഈ വൈവാഹിക ജീവിതത്തിൽ കിട്ടണം. അള്ളാഹുടെ മഹബത്ത് കിട്ടണം. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് നക്ക് ഇതിൽ കിട്ടണം. ഈ മഹബത്ത് കിട്ടണമെങ്കിൽ ഞങ്ങ എവിടെയെങ്കിലും തെരുള് കണ്ടോ, എവിടെയെങ്കിലും കോളേജിൽ കണ്ടോ, എവിടെയെങ്കിലും പിന്നെ മാർക്കറ്റിൽ കണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിംഗ് പോയപ്പോൾ കണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിയുടെ പിറവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണ്ട പിറവുള്ളൂ പോയെങ്കിൽ ഈ മഹബത്ത് നിങ്ങൾക്ക് ഒരു കാലത്തും കിട്ടില്ല. ആ മഹബത്ത് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അതാതൊരു റൂട്ടുണ്ട്. ഇൻഷാ അല്ലാ നിക്കാഹയുടെ വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ 3 പാട്ടും നിങ്ങൾ കേൾക്കുമ്പോൾ അതിലെല്ലാ റൂട്ടും നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ക്ലിയർ ആയിട്ട് അതിന്റെ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. വൈവാഹിക ജീവിതം ചെന്നെങ്കിൽ എന്തോ ചെന്നിട്ട് അത് എവിടെല്ലാം പോയിട്ട് എത്ര ചെല്ലത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാ ക്ലാസ് പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അപ്പൊ മഹബത്തുല്ലാ ഒന്ന്, മഹബത്തുല്ലാ അള്ളാഹുടെ മഹബത്ത്. രണ്ടാമത്തത് മഹബത്തുർ റസൂൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് എങ്ങനെ നബി തങ്ങളുടെ മഹബത്ത് ഞങ്ങൾ കണക്ഷൻ ആക്കിയോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാല് ആഖിറത്തിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ എന്നൊക്കെ നിങ്ങൾ സപ്പോർട്ട് ആക്കണം. ഫഇന്നി ഉബാഹി ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ എന്നൊക്കെ സപ്പോർട്ട് ആക്കണോ. എങ്ങനെ സപ്പോർട്ട് ആക്കണോ? നിങ്ങൾ ധാരാളം സ്വാലിഹായ മക്കളെ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ സപ്പോർട്ട് ആക്കും. മക്കൾ ഉണ്ടാക്കണമെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ കിടക്കണേ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാല് ആഖിറത്തിൽ വരുമ്പോ ഓരോ വ്യക്തികളോ മക്കളെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമാവും. ഒരാൾക്ക് 12 മക്ക, ഒരാൾക്ക് 24 മക്ക, ഒരാൾക്ക് 10 മക്ക. ഇതെല്ലാം കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയങ്കര സന്തുഷ്ടനാവും. കണ്ട, നക്കൊരു 24 മെമ്പറാക്കി തന്ന, നക്കൊരു 10 മെമ്പറാക്കി തന്ന, നക്കൊരു 12 മെമ്പറാക്കി തന്ന, അല്ലെങ്കിൽ ഒരു 6 മെമ്പറാക്കിയിട്ട് തന്ന ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സന്തുഷ്ടനാവും. ഭയങ്കര സന്തോഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഞങ്ങ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ കിടക്കണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ഒരാൾ കിട്ടിത്ത അവൻ വിജയിച്ച. അള്ളാഹുടെ മഹബത്ത് കിട്ടിത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കിട്ടിത്ത അവൻ വിജയിച്ച. ഇതിലെ എല്ലാ ജെൻഡർ പിറവിലുള്ളത് അൽ ഔലാദു സ്വാലിഹ, സ്വാലിഹായ മക്കളായിട്ടിക്കിട്. സ്വാലിഹായ മക്കൾ ചെല്ലതായിട്ടിക്കിട്. ഈ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റിൽ നിൽക്കുന്ന ഒരു കാര്യ മഹബത്തുള്ള മഹബത്തുർ റസൂൽ. ഇതിലെ ജെൻഡറും സംയോജിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടിക്കിട് അൽ ഔലാദു സ്വാലിഹ, സ്വാലിഹായ മക്കൾ ഉണ്ടാവണോ. അപ്പൊ ഒരാൾ വൈവാഹിക ജീവിതത്തിൽ കിടക്കുമ്പോൾ ഒന്നാമതായിട്ട് സ്വാലിഹായ മക്കളോ എന്നൊക്കെ ഉണ്ടാവണം ചൊല്ല ആ നീയത്തിൽ കിടന്നെങ്കിലേ അവനക്ക് എന്താവൂ അള്ളാഹുടെ മഹബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തും അവനോട് കിട്ടും. ഈ രണ്ട് ഉദ്ദേശങ്ങളും ഒന്നിൽ സംയോജിക്കരുത്. സ്വാലിഹായ മക്കൾ ചെല്ലതിൽ രണ്ടും എന്താവൂ വന്ന് കൂടും, അതിൽ രണ്ടിലും ജമാവൂ. കാരണം എന്താ, സ്വാലിഹായ മക്കൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഇബാദത്ത് എടുக்கிறോ, അള്ളാഹുടെ കുദ്റത്ത് വലിവാക്കി കൊടുக்கிறോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരിക്കുന്ന ആൾമാരുണ്ടാവിടാറ്. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കൊണ്ട് ഉണ്ടായോ. അപ്പൊ അള്ളാഹുടെ മഹബത്ത് ഓണ് കിട്ടു.
അതേപോലെ സ്വാലിഹായ മക്കളുണ്ടാവുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ധാരാളമായിട്ട് മെമ്പർമാരാവിടൂ. അപ്പോൾ ഓൻ്റെ സ്വാലിഹായ മക്കളെ കൊണ്ടിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായിട്ട്. അപ്പോൾ അതുമൂലം ഓണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്തും കിട്ടും. ഈ ഒരു നീയത്തോടു കൂടിയായിട്ട് കൊണായത് വൈവാഹിക ജീവിതത്തിൽ ഒരു മനുഷ്യ കടക്കണായത്. ഇനി സ്വാലിഹായ മക്കളെ എങ്ങനെ തർബിയത്താക്കും വെച്ചുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലത് വിശദമായിട്ട് ഞാൻ ചെല്ലത്. ഇനി രണ്ടാമത്തെ അതിൽ ಉದ್ದೇಶ ವೈವಾಹಿಕ ಜೀವನಕ್ಕೆ 5 ಮೆಟ್ಟಿಲುಗಳು ಚೆಂದಾണ്. അതിൽ രണ്ടാമത്തെ ಮೆಟ್ಟಿಲು ಕಸ್ರು ಶಹವತಿ, ഞങ്ങളോ വികാരങ്ങളോ തീർക്കിടോ, അത് ലൈംഗിക സുഖ തീർത്തു വിടറോ ചെല്ലത് അതിൽ നമുക്ക് ചെല്ലാം. കേവല ലൈംഗിക സുഖം മാത്രമല്ല, ഇവിടെ വിവാഹം ചൊല്ലുമ്പോൾ അവിടെ വൈവാഹിക ജീവിതത്തിൽ ഒരാൾ കടക്കുമ്പോൾ അവനക്ക് ഹറാമായ റൂട്ടിനെ തൊട്ട് അവനക്ക് കാത്തു നിൽക്കുക, പിന്നെ അവന് ഹറാമായ റൂട്ടിക്ക് പോണ്ടില്ല. അപ്പോൾ ഒരാൾ വൈവാഹിക ജീവിതത്തിൽ കടക്കുമ്പോമേ അവൻ്റെ മനസ്സിൽ നിയത്ത് വേണം, ഈ വൈവാഹിക ജീവിതത്തിൽ ഞാൻ കടക്കലോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഇനി ഹറാമായ ഒരു സന്ദർഭം പിന്നെ ഒരു വിഷയങ്ങൾ ഉണ്ടാവുക തീരാ, അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവുക തീരാ. വ്യഭിചാരം ചെല്ലത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അപരാധ, ഏറ്റവും വലിയ ദോഷമായിട്ട് കിടത്. അത് ഭയങ്കരമായ ഒരു അപരാധമായിട്ട് കിട്ടും. അവനക്ക് ദുനിയാവിലും രക്ഷയില്ല, ആഖിറത്തിലും രക്ഷയില്ല. ദുനിയാവിൽ അവൻ്റെ മോത്ര ഈമാന്റെ അംശമേ അള്ളാഹു താല എടുത്തു കളയിട. അവൻ്റെ റിസ്കിൽ ബർക്കത്തില്ല, അവൻ്റെ സമ്പത്തിൽ ബർക്കത്തില്ല, അവൻ്റെ സന്താനങ്ങളിൽ ബർക്കത്തില്ല, അവൻ്റെ ഔത്തിൽ ബർക്കത്തിക്കില്ല, അവൻ്റെ വാഹനത്തിൽ ബർക്കത്തിക്കില്ല. ബറക്കത്ത് ചെല്ലത് അവനക്കും ബറക്കത്തുക്കും അജഗജാന്തര, അത്രയും വ്യത്യാസമായിട്ട് അവന് ദൂരം പോണ്ട. അത് വ്യഭിചാരത്തോ ഏറ്റവും വലിയ ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയായിട്ട് അവനക്ക് ഏതൊന്നിലും ബറക്കത്തില്ല. വ്യഭിചാര ചെല്ലത് അത്രയും വലിയ അപരാധമായിട്ട് കിട്. പരിശുദ്ധമായ ഇസ്ലാം കണക്കൂട്ടുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ഫാഹിഷാൻ ഖുർആനിൽ ചെല്ല അക്ഷമ്യ അപരാധം, അത് അത്രയും വലിയ അപരാധമായിട്ട് കിട് വ്യഭിചാര ചെല്ലത്. ഞാൻ ഈ വൈവാഹിക ജീവിതത്തിൽ കടക്കലോടുകൂടെ ഇത്രത്തോളം ഹറാമായ ചിന്തകൾ ഇന്നെങ്കിലും ഇല്ലെങ്കിലും ഇനി നക്കത് ഉണ്ടാവുക തീരാ ചെല്ല. ആ ഒരു നല്ല നീയത്തോടു കൂടി വൈവാഹിക ജീവിതത്തിൽ അവൻ കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ ഖണ്ഡിതമായിട്ടും അവൻ ആ വൈവാഹിക ജീവിതത്തിൽ സഫലത്തെ കാണ്ട അവൻ അതിൽ വിജയത്തിಗೆತ್ತಗೂ സാധ്യമാവുള്ളൂ. അതായിട്ട് മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രണ്ടാമത്തെ നീയത്തായിട്ട് ചെല്ലും. അപ്പോൾ വൈവാഹിക മൂന്നാമത്തെ നീയത്തായിട്ട് വൈവാഹിക ജീവിതത്തിൽ ഒന്നാമത്തെ നീയത്ത് എന്തോ മഹബത്തുല്ലാ. ഞാൻ അതെങ്ങനെയാന്ന് ചെന്നിട്ട് വിശദീകരിച്ച. രണ്ടാമത്തത് മഹബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, അതോടുകൂടി അവൻ വിജയിച്ച. അതേപോലെ മൂന്നാമതായിട്ട് അവൻ്റെ ഹറാമായ വികാരത്തോ സ്റ്റോപ്പ് ആക്കുക. ഇനി ഹറാമായ വികാരങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലല്ലേ, പിന്നെ ആരെങ്കിലും മഞ്ഞുലി ആരെങ്കിലും നണ്ടിട്ടിಗೆ പലಕ തന്നെങ്കിൽ എന്തുണ്ടോ അവൻ്റെ നാവിടും അവൻ്റെ ഗുഹ്യസ്ഥാനത്തും ഞാൻ കാത്തു സൂക്ഷിക്കിടാ ചെന്നിട്ട് ആരെങ്കിലും നണ്ടിട്ടിಗೆ പലക തന്നെങ്കിൽ അൽമനുലഹുൽ ജന്ന, ഞാൻ അവനക്ക് സ്വർഗ തണ്ടാ ചെന്നിട്ട് ഞാൻ പലക തണ്ടാ ചെന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു. അപ്പൊ അത്രമാത്രം അത് സൂക്ഷ്മമായ ഒരു വിഷയട്ടിക്കിട് ഇണ്ട് യാരത്തോ യുവജനാംഗ വ്യഭിചാരത്ത് പിറവിൽ പോയിട്ടുള്ളാർ മഹാ അപരാധ. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ബറക്കത്ത് കാണുക സാധ്യമേ അല്ല. ഏത് സമയത്തും അങ്ങനെ ജീവിതത്തിൽ ബറക്കത്ത് കാണുക സാധ്യമില്ല. അത് കണ്ടായിട്ട് സാധാരണ ചെല്ലോ ലൗകിക ബാലില്ലാന്ന് ചെല്ലാറ്. അത് കൂടുതൽ എന്തില്ല, പിന്നെ ಅದಕ್ಕೆ ബാലില്ല, അത് പാതിയിൽ കട്ടായി പോണ്ടു. കാരണം അത് നല്ല രൂപത്തിൽ വേണ്ടതല്ല. ഇൻഷാ അല്ലാഹ് ಅದರ വിഷയത്തിൽ ഞാൻ പലക്ക് വരാം. അപ്പോ മൂന്നാമത്തെ. ഇനി നാലാമത്തെ വിഷയം, നാലാമതായിട്ട് നമുക്ക് ഈ വൈവാഹിക ജീവിതത്തെ ഗുരിയായിട്ട് ചെല്ലോ പിന്നെ തദ്ബീറുൽ മൻസിൽ ചെല്ലാം. അതായത് ഒരു ഔത്ര നിയന്ത്രണ, ഒരു അക നിയന്ത്രണ, ഹോം മാനേജിങ് ചെല്ലാറ്. ഹോം മാനേജിങ് ഒരാൾ വൈവാഹിക ജീവിതത്തിൽ കടന്നെങ്കിൽ മാത്രം കൊത്തോളൂ. സാധാരണ ഇപ്പൊ പിന്നെ ബാച്ചുലർ ബാലക്കാർക്ക് അതുപോലെ ബാലക്കാർത്തി പെൺമക്കു ഇതോ ഈ ഒരു അക മാനേജ് ആക്കൂടെ എങ്ങനെ ചെന്നിട്ട് ಗೊತ್ತಾയിട്ടില്ല. അങ്ങ് മങ്ങിലായിട്ട് പറഞ്ഞു അപ്പമേ അവർക്ക് ഒരു ഔത്തു എങ്ങനെ ಖರ್ಚಾക്കണോ, എങ്ങനെ ಖರ್ಚുണ്ടു, എങ്ങനെ അതിരോ പിന്നെ നിയന്ത്രിക്കണോ, എല്ലാം ആ വിഷയത്തിൽ എന്താവൂ
അവനക്ക് മനസ്സിലാവുള്ളൂ. ഹോം മാനേജിങ് അവനക്ക് ഭയങ്കരമായിട്ട് ആ വിഷയത്തിൽ അവൻ പെർഫെക്റ്റ് ആവിടാം. ഇത് വലിയൊരു ഇബാദത്തായിട്ട് ഒരു പെണ്ണായെങ്കും അവൾ ഔത്രോ അവൾ മാനേജിങ് ആക്കിടത് ചെല്ലത് വലിയൊരു ഇബാദത്ത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് ഒരാൾ വന്നിട്ട് കേക്കിട്, ഒരു പെണ്ണിങ്ങ ഉമ്മു ഹുമൈദിനെ സായിദിയ ചെല്ല ഒരു പെണ്ണിങ്ങ വന്നിട്ട് കേക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെല്ലി, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളൊട്ടിക്ക് കൂടെ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒരു റക്കാത്തുക്ക് 1000 റക്കാത്ത് കൂലി കിട്ടോ, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഞാൻ നിസ്കരിക്കുക ഇഷ്ടപ്പെടുற, നിങ്ങളെ പിറവൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക ഞാൻ ഇഷ്ടപ്പെടുற എന്നിട്ട് ഒരു പെണ്ണിങ്ങ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നെന്തരോ, നിന്റെ ഔത്തുൽ വെച്ചിട്ട് നിന്റെ പെഞ്ഞയിടും നിന്റെ മാപ്പിളിടും നിന്റെ മക്കളും നിയന്ത്രിക്കണോ, നിന്റെ അക നിയന്ത്രിക്കണോ. ഇത് ഈ ആണിങ്ങാക്കടോ ഹജ്ജ്, ആണിങ്ങാക്കടോ ജിഹാദ്, ആണിങ്ങാക്കടോ യുദ്ധങ്ങൾ, ആണിങ്ങാക്കടോ ജമാഅത്ത് ജുമാകൾ, ഇതിലെല്ലാത്ത കാണും വലിയ പ്രതിഫല അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ക് ഔത്തുൽ തണ്ട. മദീനത്തെ പള്ളിയിൽ ജമാഅത്തുക്ക് വരട്ടാൻ കേട്ടപ്പ ഒരു റക്കാത്തുക്ക് 1000 റക്കാത്ര കൂലി, എത്രമാ പിന്നെ പൈസ ചെലവാക്കിയിട്ട് മദീനത്ത് പോയിട്ട് നിസ്കരിക്കുക ആണെങ്കിൽ എത്രാറ്, അങ്ങനത്തെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കട്ടാൻ കേട്ടപ്പ അതിരെ കാണാൻ വലിയ ഫല നിന്റെ ഔത്ര മാനേജിങ് ആക്കണത് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെണ്ട്. അപ്പൊ ഒരു പെണ്ണായവൾ വൈവാഹിക ജീവിതത്തിൽ കിടക്കുമ്പോൾ അവൾക്ക് 4ാമത്തെ ഉദ്ദേശമായിട്ട് പറഞ്ഞത് ഹോം മാനേജിങ്. ഞാൻ ഭംഗിലായിട്ട് നിന്റെ മാപ്പിളുടെ ഔത്ത് പോയെങ്കിൽ അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്തല്ലേ, ഒരു പെണ്ണ് അവൾ മാപ്പിളുടെ ഔത്രോ മാനേജറായിട്ട് എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു ഇബാദത്ത് നിന്റെ വൈവാഹിക ജീവിതത്തിലൂടെ നിനക്ക് കിട്ടണോ ചെല്ലോ. ആ ഒരു നീയത്തില് ഒരു പെണ്ണ് മങ്ങിലായിട്ട് പോയെങ്കിൽ പിന്നെ അവളെ മാമിറത്ത് പോയിട്ടാകുമ്പോൾ അവളെ യാതൊരു കംപ്ലൈന്റ് ഇല്ല. കാരണം അവളെ നീയത്തെ എന്തോ, ഞാൻ എൻ്റെ മാപ്പിളുടെ ഒത്തൊരു മാനേജർ, മാപ്പിളുടെ ഒത്തൊരു എല്ലാ നിലക്കും ഞാൻ മാനേജിങ് ആക്കടാ ചെല്ലോ. ആ ഒരു നീയത്തിൽ അവൾ പോണ്ടാലും. അതേപോലെ ഒരു ആണായവണ് മങ്ങിലാവുമ്പോൾ ആണായവണോ അവനും ചിന്തിക്കണു, ഇൻഷാ അല്ലാ ഞാൻ ഈ വൈവാഹിക ജീവിതത്തിൽ നക്ക് നിന്റെ പെഞ്ഞയും നിന്റെ മക്കളും മാനേജിങ് ആക്കുക ഒരു തൗഫീക്ക് ഇതിൽ കിട്ടണോ ചെല്ലോ ഒരു നീയത്ത്. എത്രത്തോളം നിങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്, നിന്റെ പെഞ്ഞയ്ക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നത് അത് വലിയൊരു ഇബാദത്ത്, വലിയൊരു സ്വതക്കായിട്ട് നീ ചെയ്തോ എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും ലി അഹ്ലിഹി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാര്, അവന്റെ പെഞ്ഞയും മക്കുക നല്ലവണു. പെഞ്ഞയും മക്കുക കൊണ്ട് വലിയ ഇഷ്ടമാ, അവന്റെ പലക്ക ഇഷ്ട, അവന്റെ നടത്ത ഇഷ്ട, അവന്റെ എല്ലാ വർത്തനകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവും ഇഷ്ടപ്പെട്ടവണു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനദ് ദുനൂബി ദുനൂബൻ ലാ യഗ്ഫിറുഹാ ഇല്ലാ ഹമ്മുൽ ഇയാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ചില ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ പെഞ്ഞേടോ മക്കളോ ആ ടെൻഷൻകൾ പറഞ്ഞു നോക്കൂ, അങ്ങ് ചെലവ് കൊടുക്കറോ, അങ്ങനെ തദ്ബീറാക്കടോ, അങ്ങനെ മാനേജിങ് ആക്കടോ, ആ ടെൻഷൻ അത് ഞങ്ങളെ ദോഷങ്ങൾ പൊറപ്പിക്കരു എന്നിട്ട് ചില ദോഷങ്ങൾ അതിലേ പൊറുക്കടോ എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. അപ്പൊ തദ്ബീറുൽ മൻസിൽ അല്ലെങ്കിൽ ഹോം മാനേജിങ് ചെല്ലത് ഞങ്ങളെ വൈവാഹിക ജീവിതത്തെ ഒരു ഗുരിയായിട്ട്, ഈ ഗുരി മുതൽ വെച്ചിട്ട് എന്താക്കുന്നു ഒരാൾ പോണു. അപ്പൊ പോകുമ്പോ അവനാ പിന്നെ വൈവാഹിക ജീവിതത്തിൽ വലിയ സന്തോഷവും വിജയമാണ് കിട്ടുക. അഞ്ചാമതായിട്ട് ചെല്ലോ ഏറ്റവും പ്രധാനമായ ഉദ്ദേശ മുജാഹദത്തുൻ നഫ്സി ബിൽ ഖിയാമി ബിഹിന്ന, അവനവൻ്റെ ശരീരത്തോട്ടുള്ള ഒരു ജിഹാദായിട്ട്. കാരണം പിന്നെ ഈ മക്കളോ വളർത്തുമ്പോൾ ചമ്മ കഷ്ടങ്ങളിക്കിട്, അങ്ങനെ രോഗങ്ങൾക്ക് മരുന്നാക്കണോ, അങ്ങ് പൈച്ചിട്ടാകുമ്പോൾ അങ്ങ് ഫുഡ് കൊടുക്കണോ, അങ്ങ് ഡ്രസ്സ് കൊടുക്കണോ, അങ്ങ് നല്ല അകകെട്ടി കൊടുക്കണോ, ആ സമയത്ത് കടങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ, ആ സമയത്ത് ചിലപ്പോഴുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാവുള്ളൂ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ആ മക്കളോ പെഞ്ഞയുടെ ഭാഗത്തിൽ ചില ടെൻഷനുകളുള്ള ടിപ്പണികളുള്ള കേൾക്കണോടൂ. ഇതെല്ലാം സഹിച്ചിട്ട് തടിരട്ടിക്ക് ഒരു ജിഹാദാക്കടോ ഒരു വലിയൊരു ഭാഗ്യ ഒരു അവകാശ വൈവാഹിക ജീവിതത്തിലുണ്ട്. ഈ ഒരു 5 ഗുരി 5 മക്സൂദുകൾ 5 മെട്ടിലു ഇത് മുന്നൽ വെച്ചിട്ട് ഒരാൾ വൈവാഹിക ജീവിതത്തിൽ പോകുമ്പോൾ ഖണ്ഡിതമായിട്ടും ആണു കറക്റ്റ് ഒരു പെണ്ണിടോ നോക്കിയിട്ട് ഇതിക്കെല്ലാം സൂക്തമായ പെണ്ണാവണു. ഒരു പെണ്ണ് ഇതിക്കെല്ലാം സൂക്തമായ ആണാവണു ചെന്നിട്ട് ചിന്തിച്ചിട്ട് അങ്ങ് വൈവാഹിക ജീവിതത്തിൽ പോണ്ടാറ്. അല്ലാണ്ട് കിട്ടിയോടെ എവിടെയെങ്കിലും ബസ്സിലാ സ്കൂളിലാ കോളേജിലാ
ಮಾರ್ಕೆಟ್ಲ ಶಾಪಿಂಗ್ ಕಾಂಪ್ಲೆಕ್ಸ್ಲ ಕಂಡವಡೆ ಸೆಲೆಕ್ಟ್ ಆಗಿ ಓಡಿಲ್ಲ. കാരണം ಈ ಎಲ್ಲ ಗುರಿಗಳು ನಂಗೆ ಸಾಕ್ಷಾತ್ಕಾರ ಆವಣು, ಈ ಗುರಿಗೆಲ್ಲ ನಂಗೆ ತಲುಪಣು, ಗುರಿಕೆಲ್ಲ ನಂಗೆ പോയിട്ടെത്തണോ ചെല്ലോ ഒരു മനോഭാവ അങ്കുണ്ടാവുള്ളൂ. അപ്പൊ വൈവാഹിക ജീവിതത്തോ 5 ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ വിശദീകരിച്ച ഒന്നും കൂടി ചെല്ലുമ്പോ, ഒന്ന് മഹബത്തുല്ലാ, അള്ളാഹുടെ മഹബത്ത്. അള്ളാഹുടെ മഹബത്ത് ഒരാൾ കിട്ടിയ ജയിച്ച. രണ്ടാമത്തെ മഹബത്തുർ റസൂൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത്, അത് കിട്ടിയ അവൻ വിജയിച്ച. മൂന്നാമതായിട്ട് അവൻ്റെ ഹറാമായ വികാരങ്ങളോ സ്റ്റോപ്പാക്കണോ, ഇനി ഹറാമായ ചിന്തകൾ അവനിക്കില്ല. നാലാമതായിട്ട് ഹോം മാനേജിങ്. അഞ്ചാമതായിട്ട് അവൻ്റെ ശരീരത്തൊട്ടിಗೆ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിപ്പിച്ചിട്ട് ഒരു പരിശീലന, ശരീരത്തൊട്ടിക്കുള്ള ഒരു ജിഹാദ്. ഈ 5 ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഒരു മനുഷ്യ വൈവാഹിക ജീവിതത്തിൽ കടക്കണോ. ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കുമല്ലോ, വിവാഹപൂർവമായിട്ട് മനസ്സിലാക്കുമല്ലോ പിന്നൊരു വിഷയ. ഈ 5 ഉദ്ദേശങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ടാക്കിയിട്ട് ഒരാൾ തീരുമാനിക്കുക. അവൻ്റെ ടൈം ആകുമ്പോൾ ഇൻഷാ അല്ലാ ഞാൻ മങ്ങിലാവിടെ ചെല്ല ഒരു തീരുമാനത്തിൽ ഒരു ആണ് ഒരു പെണ്ണ് വന്നേ, ഇനി എന്താക്കണു? തീരുമാനത്തിൽ വന്നാൽ പിന്നെ ഇനി എന്താക്കണു? തീരുമാനത്തിൽ ബണ്ടയിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇല്ല, തീരുമാനത്തിൽ പറഞ്ഞു അസ്മു നല്ലൊരു ദൃഢനിർധാരത്തിൽ ഇൻഷാ അല്ലാ എല്ലാ തടസ്സങ്ങളും നീങ്ങിത്ത് 5 ഉദ്ദേശങ്ങളും മുന്നൽ വെച്ചിര. ഈ മുന്നൽ വെച്ചിട്ട് 5 ഗുരി പിന്നെ 5 ഗുരി സഫലത്തുക്ക് വേനായിട്ട് ഇൻഷാ അല്ലാ വൈവാഹിക ജീവിതത്തിൽ കിടക്കൂ തീരുമാനിച്ച ഒരാണായോണു അല്ലെങ്കിൽ പെണ്ണായോണു. ഫസ്റ്റ് കാക്കണായത് എന്ത്? ഫസ്റ്റ് കാക്കണായത് ഒരു പെണ്ണുക്ക് ഒരു ആണ് സെലക്ഷൻ ആക്കണു, ഒരാണുക്ക് ഒരു പെണ്ണ് സെലക്ഷൻ ആക്കണം. കൂടെ നിങ്ങൾ ചെമ്മ മനസ്സിലാക്കുകൊണ്ടു, ഒരു ആണുക്ക് ഒരു പെണ്ണ് സെലക്ഷൻ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണുക്ക് ഒരു ആണ് സെലക്ഷൻ ആക്കുമ്പോൾ എങ്ങനെ ആക്കണം ചെമ്മ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുകൊണ്ടു. ഒരു പെണ്ണുക്ക് ഏതെങ്കിലും ഒരു ആണ് സെലക്ഷൻ ആക്കിയെങ്കിൽ അവിടെ ആവില്ല, ഒരാണുക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് സെലക്ഷൻ ആക്കിയെങ്കിൽ അവിടെ അതും ആവില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ ഉണ്ട് ചെന്നെങ്കിൽ, നിന്റെ മോൾക്ക് ഒരു പുതിയാമ്പിളാവണം. എങ്ങനത്തെ പുതിയാമ്പിളാവണു? എന്തും ഇല്ല അങ്ങനൊന്നും വേണ്ട ചെന്നിട്ട് അവൻ ബായിൽ ചെല്ലെങ്കിലും അവൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കരുത് നല്ല സാലറി ഉള്ളോ, നല്ല ശമ്പളമുള്ളോ, നല്ല ജോബുള്ളോ, നല്ല ഐഷാറാമിൽ ജീവിപ്പിക്കുമ്പോഴത്തോ ഒരു പുതിയാമ്പിള നിന്റെ മോള് ആവണം. കേൾക്കുമ്പോൾ ചൊല്ലാറ് ഇല്ല അങ്ങനൊന്നും ഇല്ല, ഒരു നല്ലൊരു സാധാരണ ഇങ്ങനെ ഇന്നെങ്കിലും മെയ്യാവുള്ളൂ. അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോയിട്ട് കാട്ടുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്തേ? അവൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഗുരിയുണ്ട്. അതെന്തോ നല്ല പൈസ ഇന്നവനാവണോ, സമ്പത്തിന്നവനാണു. സമ്പത്തിന്നവനാവണ്ടാണ്ടല്ല ഞങ്ങൾ ചൊല്ലോ, പക്ഷെ സമ്പത്ത് കൊടുക്കുന്ന പ്രാമുഖ്യത്തെ കാണാ. അതുക്ക് മുന്നോൽ കൊടുക്കാനായ പ്രാമുഖ്യത്തെ ദീനുകും അമാനത്ത് കയറ്റിയിട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹു. നിങ്ങളെ മോൾക്ക് ഒരു പൊതുവുണ്ട്. എങ്ങനത്തെ പൊതു? മൻ തർലൗന ദീനഹു വ അമാനതഹു, അവൻ്റെ ദീനും അവൻ്റെ അമാനത്തും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നല്ല ദീനിയായ ചെറുക്ക, ദീനിലുള്ളവണു, കറക്റ്റ് 5 വക്ത് നിസ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, നല്ല സ്വഭാവ, നല്ല അമാനത്ത്, നല്ല വിശ്വസ്തനായ മനുഷ്യ നിങ്ങളെ മോള് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ ആ അമാനത്ത് കറക്റ്റ് പാലിക്കിടാൻ. ആ മോളോ അവൻ കറക്റ്റ് നോക്കട, അവളുടെ ദീനും അവളുടെ ദുനിയാവുടെ വിഷയത്തിൽ എല്ലാ നിലക്കും അവൻ ഹെൽപ്പാക്കട. അങ്ങനത്തെ വർത്ത അതാണ് അമാനത്ത്. ദീൻ, അവൻ്റെ സ്വന്തം ദീനും നിങ്ങളെ മോൾ അവൻ്റെ കയ്യിൽ കൊടുത്തെങ്കിൽ ആ അമാനത്തും കൃത്യമായിട്ട് പാലിക്കട ഓർത്താണ്ട് കണ്ടെങ്കിൽ ഫസവ്വിജൂഹു, പിന്നെ നിങ്ങൾ തിരിഞ്ഞു പറഞ്ഞു നോക്കണ്ട, അവനക്ക് നിങ്ങൾ മങ്ങിലാക്കൂ. അപ്പൊ പൈസ ഇല്ലല്ലോ അവൻ്റെ കയ്യിൽ, അവൻ പാവപ്പെട്ടവനല്ലേ. ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുള്ള ഖുർആനിൽ അല്ലല്ല ചൊല്ലോ, പാവപ്പെട്ടവനാണെങ്കിൽ അങ്കു ഐശ്വര്യം കൊടുക്കറോ നാണ് അള്ളാഹു. വേറെ ആർക്കും ഐശ്വര്യം കൊടുക്കുക അവിടെ? ഒരു ഫക്കീറായ മനുഷ്യരെ ആർക്കെങ്കിലും ഖനിയാക്കുക അവിടെ ആവില്ല. അവൻ്റെ ഫക്കീറായ മനുഷ്യക്ക് ഐശ്വര്യം കൊടുക്കണമെങ്കിൽ അള്ളാഹുവെ കൊടുക്കണം. ഇവിടെ ഐശ്വര്യത്തെ സൃഷ്ടിக்கிறവൻ അള്ളാഹു അല്ലേ. ആ പടച്ചവൻ ചൊല്ലോ ഞാൻ അവൻ്റെ ഐശ്വര്യാക്കട, അത് ഞാൻ ഏറ്റെടുത്തേ. നിങ്ങൾ നോക്കണത് അവൻ്റെ ഐശ്വര്യമല്ല, ഐശ്വര്യം കൊടുക്കണോണം എടുക്കണോണം എന്നാണ്. യൂത്തിൽ മുൽക്ക മന്തഷാവ്, അധികാരം കൊടുക്കറോ അവൻ ഉദ്ദേശിച്ചവനക്ക് അധികാരം കൊടുക്കറ, അവൻ ഉദ്ദേശിച്ചവൻ്റെ അധികാരം എടുക്കട.
പൈസ അവന് അള്ളാഹു ഉദ്ദേശം കൊടുക്കട, പൈസ എടുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കണ്ട. ഇതാ അത്താക്കും മൻ തർലൗന ദീനഹു അമാനത്ത്, ദീനിയായ ഒരു ചെറുക്ക, ദീനിലുള്ളവൻ, ദീനിന്റെ എല്ലാ സിദ്ധാന്തങ്ങൾ അംഗീകരിച്ച് ജീവിക്കുക, ശരഈയായ നിയമങ്ങളിൽ അംഗീകരിച്ച് ജീവിക്കുക. അതേപോലെ അമാനത്ത, അവന്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്ന ഏൽപ്പിക്കുന്ന ഈ പെണ്ണിന് നല്ല അമാനത്തായിട്ട് അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഓർത്തുണ്ടെങ്കിൽ അസവ്വിജു, നീ മയ്യാക്കി വിടറു. ഇല്ലാ തഫ്അലു, നീ ആക്കില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വ ഫസാദുൻ കബീർ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ പൈസയും സമ്പത്തും നോക്കിയിട്ട് മങ്ങിലാക്കിറണ്ട് കണ്ടെങ്കിൽ പിന്നെ ആൾമാർ ദീന് വിട്ടിട്ട് സമ്പത്തുക്ക് മാത്രമേ പെറവൽ പോണ്ടാർ. കാരണം സമ്പത്തില്ലെങ്കിൽ നമുക്ക് മങ്ങിലാക്കില്ല എന്ന് ചൊല്ലിട്ട് പെറവൽ പോയിട്ട് എല്ലാവരും സമ്പത്ത് പോയിട്ട് അവസാനം ദീൻ ഫസാദാവിടൂ. പിന്നെ ആർക്കും ദീനില്ലാണ്ടാവും. നിങ്ങളെ മക്കൾക്ക് മാത്രമല്ല ആർക്കും ദീനില്ലാണ്ട് കംപ്ലീറ്റ് സർവനാശ ആയി പോകൂ എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ ചൊല്ല. മഹാനായ അബൂ വിദാ റളിയല്ലാഹു അൻഹു, അബൂ വിദാ റളിയല്ലാഹു അൻഹു വെറും ഫക്കീറായ ഒരു മനുഷ്യ, ദരിദ്രനായ ഒരു മനുഷ്യ. അയാളെ പെഞ്ഞെ മറിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ വിദാ റളിയല്ലാഹു അൻഹു പെഞ്ഞെ മറിച്ചിട്ടാവുമ്പോൾ അയാൾക്ക് ആരും മങ്ങിലാക്കിടങ്ങില്ല. ആ സമയത്ത് ആ റായത്തിന്നോ ഏറ്റവും വലിയ പണ്ഡിതൻ, വലിയൊരു ആലിം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മോളമാപ്പിള അയാള് ഈ അബൂ വിദാ റളിയല്ലാഹുവിന്റെ ഉസ്താദായിട്ട് ആ ഉസ്താദ് ചെല്ല് പെഞ്ഞ് ഏതായാലും മറിച്ചിത്തല്ലേ മങ്ങിലാവണ്ടേ. അപ്പോ അബൂ വിദാ റളിയല്ലാഹു ചെല്ല് ഒമൻ യുസവ്വിജുനി, നക്കാർ മങ്ങിലാക്കിടങ്ങ, ഒമാ അംലിക്കു ഇല്ല ദിർഹമന്നോ ദിർഹമൈനി, നണ്ടൊട്ടിക്ക് ഒന്നോ രണ്ടോ ദിർഹമല്ലാണ്ട് എന്തു സമ്പത്ത് നന്റെ കയ്യിലില്ല. ബഹുമാനപ്പെട്ട അബൂ വിദാ റളിയല്ലാഹു അൻഹു ഉസ്താദ് ചെല്ല് നന്റെ മോല നിൽക്കുന്ന മങ്ങിലാക്കിടാൻ. ആ മോലാറ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മോല പുള്ളി. ആ മോളോ ആ റായത്തിന്ന രാജാവ് തൻ്റെ മോണുക്ക് മങ്ങിലാക്കോ കേട്ടിട്ടും അയാൾ ആക്കിയിട്ടില്ല. അതേ സമയത്ത് അയാൾ ആക്കിടാറ് ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ, അതും ഒന്നാമത്തെ പെഞ്ഞയും മറിച്ചിട്ട് രണ്ടാമത്തെ മങ്ങിലാവടോ ഒരു മനുഷ്യകായിട്ടിട്ട് തൻ്റെ മോലാക്കിയിട്ട് ആ മോളോ അബൂ വിദാ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ചെല്ല് ഇന്നഹാ ആരിഫത്തുൻ ബികിതാബില്ലാഹി വ റസൂലിഹി, ഈ മോള് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും പഠിച്ച മോളായിട്ടിരിക്കുന്നു. പക്ഷേ ഈ മോള് വലിയ പഠിച്ച പോലെ ചെന്നിട്ട് എന്തെങ്കിലും ഏറെക്കുറോടി വന്നെങ്കിൽ അത് നീ സമാക്കണോ, നിന്റെ കയ്യിൽ അമാനത്ത് എന്നിട്ട് ഇങ്ങനെ ആയിട്ടിട്ട് മഹാന്മാരെല്ലാം പെൺമക്കളെ ഏൽപ്പിച്ചു. നന്റെ ഒരു മോളെ മങ്ങിലാക്കുമ്പോൾ ആ മോളെ കൈ പിടിച്ചിട്ട് സ്വർഗത്ത് കൊണ്ടുപോകണ്ടോ, സ്വർഗത്ത് കൊണ്ടുപോകണ്ടോ മോലാവണു ചെല്ലോ ഒരു ഭാവന, സ്വർഗത്ത് കൊണ്ടുപോകേണ്ട മർമ്മോണാവണു ചെല്ലോ ഒരു ഭാവന ഒരു കാക്കുക വേണം. അപ്പൊ ഒരു പെണ്ണുക്ക് ആണ് സെലക്ഷൻ ആക്കുമ്പോൾ അങ്ങനെ ആയിട്ടിക്കിട് ഞങ്ങൾ സെലക്ഷൻ ആക്കണായത്. ഇനി അതേപോലെ ഒരാണുക്ക് പെണ്ണ് സെലക്ഷൻ ആക്കണം. ഒരാണുക്ക് പെണ്ണ് സെലക്ഷൻ ആക്കുമ്പോൾ എങ്ങനെ സെലക്ഷൻ ആക്കണു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ ഫൾഫർ ബിദാത്തി ദീൻ, ഒന്ന് ഫസ്റ്റ്, എല്ലാത്തിനും ഫസ്റ്റ് ഞങ്ങൾ നോക്കണായത് പെണ്ണിടോ ദീനായിട്ട്. ദീനിൽ പിന്നെ ആയിട്ട് ബാക്കി ഏതും. സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ മങ്ങിലാവടോ 4-5 ഉദ്ദേശങ്ങൾ ഇക്കിട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് തുൻകഹുൽ മർഅതു ലിഅർബഇൻ, സാർവജനികമായിട്ട് മനുഷ്യന്മാർ 4 കാര്യങ്ങൾക്ക് ഉദ്ദേശം വെച്ചിട്ട് മങ്ങിലാവിടാറ്. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ, ചിലാൽ ലി ജമാലിഹ ഭംഗി നോക്കണങ്ങുള്ളാറ്, ചിലാൽ ലി മാലിഹ സമ്പത്ത് നോക്കണങ്ങുള്ളാറ്, ചിലാൽ ലി ഹസബിഹ തറവാട് നോക്കണങ്ങുള്ളാറ്. ഇന്ന വലിയ ആചാര മോളു അല്ലെങ്കിൽ ഇന്ന വലിയ ഒരു തങ്ങളെ മോളു ഒരു ആലിമുടെ മോളു ചെന്നിട്ട് ഒരു പവർ ചൊല്ലുവാനായിട്ട് ആ ഉദ്ദേശം വെച്ചിട്ടിക്കിടാറ്. ചിലാല് നന്ന വലിയൊരു പൈസക്കാർത്തിയാവണു, ഇനി സ്വർത്ത് കൊണ്ടു പോകാണ്ട കറക്റ്റായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കണു, ചില അങ്ങനെ ഒരു ആഗ്രഹിക്കിടാറ്. ചില ബഡ് പിടിച്ച് തടിരങ്ങ പെഞ്ഞയുടെ സ്വത്ത് വേനായിട്ട് ആഗ്രഹിക്കിടങ്ങ അങ്ങനെ ഇക്കിടാറ്. അതേപോലെ ചിലാല് ഒരു പവർ, നന്റെ പെഞ്ഞി അങ്ങനെ നന്റെ പെഞ്ഞി ഇങ്ങനെ ആയിട്ട് ചില മോത്തുകളെല്ലാം പോയെങ്കിൽ കാലി പെഞ്ഞി ഞങ്ങളെ കാതല്ല പെഞ്ഞയാവിടും പെഞ്ഞിയുടെ പോകിലിട്ട് കേട്ടിട്ട് ഞങ്ങളെ കാതേ പെഞ്ഞയായി പോണ്ടു.
അത്രയും പെഞ്ഞിയുടെ പോലെ അവൾ അബ്ബങ്ങനെ അവൾ അബ്ബടബ്ബങ്ങനെ അവിടെ ഇന്ത് കൂടെ ഇന്ത് വലിയ പോറ് വേറെ എന്തും ഇല്ലെങ്കിലും അങ്ങനല്ലേ ഹസബിഹ തറവാട് നോക്കിയിട്ട് ആക്കടങ്ങുള്ളാറ് സമ്പത്ത് നോക്കിയിട്ട് അവിടങ്ങുള്ളാറ് ചന്ത നന്റെ പെഞ്ഞി ഭയങ്കര വിശ്വസുന്ദരി ചെന്നിട്ട് ചന്ത സോക്കേസിൽ വെക്കൊണ്ട് വിചാരിച്ചിട്ടിക്കുവാറ് ചില ആൾ അങ്ങനെ വിചാരിച്ചിട്ട് മങ്ങിൽ അവിടെ അങ്ങ് ഉള്ളാറ് ചന്ത വേണോ നല്ല ചന്ത വേണം ചെല്ലത് അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഫൾഫർ ബിദാത്തി ദീൻ നീ നോക്കണത് എന്തോ ദീനായിട്ട് ആൾമാർ പലപ്പോഴും പല ആൾമാരും അങ്ങനെ ആക്കിടാറ് പക്ഷെ നീ നോക്കണത് ഫൾഫർ ബിദാത്തി ദീൻ തരിബത്ത് യദാക് അത് നീ നോക്കിയില്ലെങ്കിൽ നിന്റെ രണ്ട് കൈയും മണ്ണ് മുക്കി പോകണ്ടു ചെന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും മണ്ണ് മുക്കി പോയെങ്കിൽ പിന്നെ അവൻ പോയാണ്ട് കണക്കതിരർത്ഥ അവൻ ഹലാക്കായാണ്ടതിരർത്ഥ അപ്പോ ദീനില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഗുണമില്ല എത്ര ചന്തത്തെ പെൺമക്കളെ മങ്ങിലായിട്ട് ഗലാട്ടായിട്ട് ഗുൽമാലായിട്ട് ഓടുறாரு എന്തേ അവൾക്ക് ദീനില്ല അവള് ഒട്രാസി ഓണ്ട ഹലാക്കാക്കിട്ട് വിടുறாரு പിന്നെ അവസാനം ഓണക്ക് ചന്തമേ വേണ്ട ബാവാ ചെന്നിട്ട് കറുത്ത മസിയായെങ്കുവാവും ഇത് വേണ്ട ചെന്നിട്ട് വിട്ടു ഓടുறாங்க എത്ര ആളുള്ളാറ് അപ്പൊ അതുകൊണ്ടൊന്നും ഫായതയില്ല അതേ സമയത്ത് ദീനുണ്ടാ പിന്നെ ചന്തയ്ക്കട്ട് തൊന്തരയില്ല സമ്പത്തിക്കട്ട് പല വിഷയമല്ല ദീനിന്നവൾക്ക് ചന്തയിന്നെങ്കും സമ്പത്തിന്നെങ്കും തറവാടിന്നെങ്കും ഒരു പ്രോബ്ലം ഉണ്ടില്ല ദീൻ ഇല്ലാണ്ട് കാലി ചന്തയ്ക്കുമ്പോൾ ആ ചന്ത പ്രോബ്ലം ആവും ദീൻ ഇല്ലാണ്ട് തറവാട് മാത്രം ഇന്നെങ്കിൽ അത് പ്രോബ്ലം ആവും ദീൻ ഇല്ലാണ്ട് സമ്പത്തിന്നെങ്കിൽ അത് പ്രോബ്ലം ആവും അതായിട്ട് ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഫൾഫർ ബിദാത്തി ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഒരു ഹദീസ് നോക്കൂ യതി അലന്നാസി സമാനുൻ ഞങ്ങൾ ഈ കാലത്തെ വഗ്ഗിച്ചുള്ളൂ ഞങ്ങൾ സമാന്റെ വഗ്ഗിച്ചുള്ളൂ യതി അലന്നാസി സമാൻ നന്റെ ഈ സമുദായത്തിന് ഒരു കാല പിറകുണ്ട് എങ്ങനത്തെ കാല ഹലാക്കുർ റജുലി അലാ യദി സൗജത്തിഹി ഈ ഒരു ആണായ ഉണ്ട നാശ പെഞ്ഞയുടെ കയ്യിലായിട്ടിക്കട് പെഞ്ഞയുടെ കയ്യിൽ അവൻ നാശമായി പോണ്ടാൻ അങ്ങനത്തെ ഒരു കാലമുണ്ട് കാരണം അവൻ പെങ്കൂസനായിട്ട് പെഞ്ഞയുടെ അടിമയായിട്ട് അവസാനം അവൻ ഹലാക്കായി മണ്ണ് തിണ്ടു പോണ്ട അങ്ങനത്തെ ഒരു കാല ഇന്നത്തെ കാലായിട്ട് ഉണ്ട് മാപ്പിള പെഞ്ഞയും മാപ്പിളായ ഒരു കാലം പെഞ്ഞയിമാർ ദയ്യെന്നിങ്ങ് ദയ്ക്കണു എനിയെന്നിങ്ങ് എണിക്കണു എന്തു ആക്കും പോലെ ഇല്ല മങ്ങിലാമ്പ് ബാരി ഗഡസിലും പോർസുലിക്കിറ അത് നാന്ത് വിടലാണ്ട് അതൊന്നും നടക്കില്ല മങ്ങിലായാൽ പിന്നെ അവൾ ദയ്യെല്ലാം ദയ്ക്കണു എനിയെല്ലാം എണിക്കണു കാരണം എന്താ ഒരു ദീൻ നോക്കിയിട്ടില്ല ദീനുള്ള പെണ്ണ് ഒരു കാലത്തും ഒരു മാപ്പിള ദയ്യ എനി ചെല്ലല അവൻ ദയ്ക്കോ എല്ലാം ദയ്ക്കുവാൾ അവൻ എണിക്കുമ്പോൾ എല്ലാം എണിക്കുവാൾ അത് ദീനുള്ള പെണ്ണുടെ സ്വഭാവം അതേ സമയത്ത് ദീനില്ലാത്ത പെൺമക്കളോ കെട്ടിയിട്ട് അതിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് പെൺമക്കൾക്ക് ദീനിക്കില്ല രണ്ടാമത്തത് ഈ ആൺമക്ക മങ്ങിലാവുമ്പോൾ ദീൻ നോക്കില്ല കാലി ചന്ത തറവാട് അല്ലെങ്കിൽ പൈസ മാത്രം നോക്കൂല ചന്ത എന്തെങ്കൈത്ത് പൈസ എന്തെങ്കൈത്ത് അത് കുറേ സമയം മാത്രം എത്ര ചന്തത്തെ പെണ്ണുടെ ഒരു മനുഷ്യൻ കെട്ടിയെങ്കിലും അവനക്ക് ഒരു കൊറിയ നാൾ പോകുമ്പോൾ അവനക്ക് അത് മാമൂലി ആവിടും നോർമൽ ആവിടും പിന്നെ അവനക്ക് വേറെ ആളായിട്ട് ചന്ത കണ്ട അവളെ ചന്ത കാണില്ല കാരണം അവൾ നോക്കിയിട്ട് അവനക്ക് നോർമലായി അതേ സമയത്ത് അവളെ ദീനെന്നെങ്കിൽ അവന് ദൈനംദിന സുഖ അനുഭവിച്ചോണ്ടിരിക്കുക അത് എപ്പോഴും എന്താവില്ല മാറിപ്പോണ്ടില്ല ദീൻ അങ്ങനെ ചേഞ്ച് ആവില്ല അതേ സമയത്ത് ചന്ത ഉള്ളത് അതൊരു ഫിക്സഡ് ടൈമുക്ക് മാത്രമേ ഇക്കിടും ഉറക്കത്തേക്ക് നോക്കുമ്പോൾ അത് ഏതൊരു ഒരു ഫുഡ് നിങ്ങൾ നോക്കൂ ഉറക്ക തിന്നുമ്പോൾ നല്ല കൊസി ജണ്ടു വട്ടം പിന്നെ അത് മാമൂലി ആയിട്ട് പണ്ടെല്ലാവരും മങ്ങിലത്തേക്ക് ബിരിയാണി ചൊല്ലത് സുബ്ഹാനല്ലാഹ് ഭയങ്കര ബിരിയാണി ഉണ്ണുകുമേനായിട്ട് സുബൈക്ക് കംപ്ലീറ്റ് തണ്ടാസ് പോയിട്ട് റെഡി ആയിട്ട് തയ്ക്കിടാറ് ഉച്ചക്ക് ബിരിയാണി ഉണ്ട് നാഷ്ടം ആക്കില്ല അത്ര മാസലിക്കിടാറ് ഇണ്ടാ ഇന്ന് മനുഷ്യക്ക് വേണ്ട കാരണം അത് മാമൂലി ആയിട്ട് നോർമൽ ഫുഡായി പോയിട്ട് എന്നാൽ അങ്ങനെയല്ല അപൂർവത്തിൽ കിട്ടിയ ഒരു ഫുഡായിട്ട് അപൂർവത്തിൽ കിട്ടിയ ഒരു ഭക്ഷണമായതുപോലെ അതേപോലെ ഏതൊന്നും ഒരു മനുഷ്യക്ക് അവനോ കുറേ നാൾ കഴിയുമ്പോൾ അത് നോർമൽ ആവിടും മാമൂലി ആവിടും വേറെ ആളെ ചന്ത കാണ്ട് ഇത് നോർമലായി മാറും അപ്പൊ ചന്ത ചെല്ലത് അതിക്ക് നിലനിൽപ്പിക്കില്ല അതേ സമയത്ത് ദീനിക്ക് എപ്പോഴും നിലനിൽപ്പുണ്ട് അതുകൊണ്ട് നീ ദീനിയായ പെണ്ണോ സെലക്ഷൻ ആക്കണം ബാപ്പവും മുരട്ടിക്ക് ചെല്ലുകൊള്ള ഒരു വിഷയമുണ്ട് ഇതിൽ രക്ഷിതാക്കൾ പേരൻസ് പെൺമക്കൾക്ക് പൊതു നോക്കുമ്പോൾ നല്ല ചെറുക്കാവണു അതാവണു ഇതാവണു അവൻ്റെ തക്ക് ദാറ് പേര് അവൻ്റെ അടിമുടി എല്ലാം എന്താക്കിടാറ് പരിശോധിക്കിടാറ് മോൾക്ക് പുതിയ ആമ്പിളാവണം അതേ സമയത്ത് ആൺമക്ക് വില വിഷയമല്ല അങ്ങ് എങ്ങനെ ഓടാറ് അങ്ക് പിന്നെ പെണ്ണ് കിട്ടൂ അത് വില വിഷയമല്ല ചെന്നിട്ട് ആൺമക്കൾ എന്താക്കണം ഡോണ്ട് കെയർ ആക്കിടാറ് അവസാനം ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടുവാട്ടി കൊടുത്തിട്ടു സ്വന്തം ആൺമക്കളോ നാശത്ത് കൊണ്ടുപോയിട്ട് എത്തുവാട്ടി കൊടുക്കാറ് അബ്ബ അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലോ നീ എന്താക്കണോ നിന്റെ ഒരു പെണ്ണ് സെലക്ഷൻ ആക്കുമ്പോൾ ദീനുള്ള പെണ്ണ് ചെന്നിട്ട് അറിഞ്ഞിട്ട് പിന്നെ പോയിട്ട് എന്താക്കണത് നോക്കണത്
പെണ്ണ് നോക്കൽ പരിപാടി ചെന്നിട്ട് ഇപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഗുൽമാലയുടെ ഒരു പരിപാടി ഉണ്ട്. ഭാര്യ സൂക്ഷിക്കണ ഒരു വിഷയ. വൈവാഹിക ജീവിതത്തിൽ ഒരു മനുഷ്യ കടക്കുന്ന ടൈമിലു അള്ളാഹു പൊരുത്തപ്പെടാത്ത റൂട്ടിൽ അവൻ കടന്നാണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ ജീവിതത്തിൽ ബർക്കത്തിക്കില്ല. പെണ്ണ് നോക്കൽ എങ്ങനെ? ഇസ്ലാം നിങ്ങൾക്ക് പടിപ്പാട്ടി തന്നൊരു പെണ്ണ് നോക്കൽ എങ്ങനെ? ഒരാൾ മങ്ങിലാവിടെ ചെന്നിട്ട് ഉറപ്പിച്ചൽ പിന്നെ തീരുമാനാക്കിയാൽ പിന്നെ അവൻ എന്താക്കണം, പോയിട്ട് നല്ലൊരു ദീനിയായ പെണ്ണ് ചെന്നിട്ട് ഗൊന്തായാൽ പിന്നെ ആ പെണ്ണിടെ പോയിട്ട് നോക്കണം. പെണ്ണിടെ മുഖവും രണ്ട് മുൻകൈ നോക്കണം. ആ നോക്കിടത് ഇസ്ലാം ചൊല്ലോ അവൾക്ക് ഗൊന്താവാത്ത സന്ദർഭത്തിൽ നോക്കലായിട്ട് ഇടുന്നല്ലോ. അവൾക്ക് ഗൊന്താവാത്ത പോലെ നോക്കിയിട്ട് പറഞ്ഞോണ്ട്. അപ്പം അതെന്തങ്ങനാവ കാരണം ഒരാൾക്ക് ഗൊന്തായിട്ട് നോക്കിയെങ്കിൽ ചിലപ്പോൾ എന്താക്കുവാറ്, ആ പെണ്ണിടെ നല്ല മേക്കപ്പ് ആക്കിയിട്ട് പുതിയാമ്പിള്ള ചതിക്കുവാറ്. അല്ലെങ്കിൽ ചിലപ്പോ ഈ പിന്നെ പെണ്ണുടെ ഈ പുതിയാമ്പിള്ളം ചതിക്കുക സാധ്യത ഉണ്ട്. അപ്പുറം ഇപ്പുറം ചതിയിൽപ്പെടുക സാധ്യത ഉള്ളത് കൊണ്ടിട്ടു ഗൊന്താവാത്ത പോലെ നോക്കണമെന്ന് ചെന്നിട്ടായിട്ട് ഇസ്ലാം ചൊല്ലു. അങ്ങനെ ഓണ് നോക്കിയ ഒരു പെണ്ണിടോ. അതേപോലെ പെണ്ണും ആണ്ട നോക്കണു. ജണ്ടാലും അപ്പുറം ഇപ്പുറം നോക്കൽ സുന്നത്തുണ്ട്. പെണ്ണും ആണ്ട നോക്കണു. അങ്ങനെ നോക്കിയിട്ട് പരസ്പരം ജണ്ടാൾക്ക് ഇഷ്ടത്തുണ്ട് കണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ നോട്ട പാടില്ല. ഇനി രണ്ടാമത്തെ നോട്ട നിക്കാഹായിൽ പിന്നായിട്ടിക്കിട്. അപ്പൊ ഇപ്പൊ എന്തായിട്ടുണ്ട് എന്നെങ്കിൽ ഒർക്കെ പോയിട്ട് പുതിയാമ്പിള അല്ലെങ്കിൽ പുതിയാമ്പിളുടെ ഉമ്മ പുതിയാമ്പിളെല്ലാം പോയിട്ട് നോക്കിയിട്ടല്ല വേണ്ടായിരുന്നു. നോക്കിയിട്ട് വന്നിട്ട് ഈ രണ്ടാമത്തെ ഇതുണ്ട് പെണ്ണ് നോക്കൽ പരിപാടി. അങ്ങനെ പെണ്ണ് നോക്കൽ പരിപാടി ചെന്നിട്ട് വലിയ ആളുകളെല്ലാം കൂട്ടിയിട്ട് ഭയങ്കരമായ ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം പോയിട്ട് ഇപ്പൊ പുതിയതൊന്നും തുടങ്ങിയത്. പെണ്ണുക്ക് മാലയിടോ, പെണ്ണുക്ക് കൈക്ക് വാച്ച് കെട്ടോ, അല്ലെങ്കിൽ പെണ്ണിടെ കൈക്ക് മോന്തിരിടുകാറ് പുതിയാമ്പില തനിച്ച ഹറാമല്ലേ. ഈ രൂപത്തിൽ ഒരു വൈവാഹിക ജീവിതത്തിൽ കടന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ എങ്ങനെ ബർക്കത്തോടും? പിന്നെ അവനക്ക് പറക്കട മക്ക എങ്ങനെ നല്ല സ്വാലിയായ മക്കളാവിടും? ഒരു കാലത്തും ആവില്ല. കാരണം എന്താ, ഇത് തുടക്കമേ ശരിയില്ല. തുടക്കം ശരിയില്ലെങ്കിൽ ഒടുക്കം ശരിയില്ലാണ്ടല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് ശരിയില്ലെങ്കിൽ പിന്നെ അവസാനം അങ്ങനെ. ഏതും സ്റ്റാർട്ടിങ് കറക്റ്റ് വേണം. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോയെങ്കിൽ അവിടെ പിന്നെ ചെക്കിങ് മാസ്റ്റർ എന്താക്കടോ, ഫസ്റ്റ് ഒരു മനുഷ്യരുടെ കാറിൽ കീ കൊടുത്തിട്ടു അവൻ്റെ സ്റ്റാർട്ടാക്കിയിട്ട് എടുക്കുകയോ ചെയ്യണ്ട. സ്റ്റാർട്ടാക്കിയിട്ട് എടുക്കുമ്പോഴേ അവൻ തപ്പിയെങ്കിൽ അപ്പം ഫൈലാക്കി വിടുക. എടുക്കുകയോ തരില്ല നിൽക്കുകയുണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെയറിങ് കൊടുത്തിട്ട് ഇങ്ങനെ വിടുക. അതങ്ങ് ചെക്കിങ് ആക്കില്ല. അത് ചെക്കിങ് ആക്കണമേ ഫസ്റ്റ് താക്കി ഇട്ടിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് എടുക്കുകയാണെന്ന് കൊന്ത് വേണം. എടുക്കുമ്പോൾ റവക്കം തുള്ളിയിട്ട് എതിരെ ഗാഡി കൊണ്ട് പോയിട്ട് അടിക്കുക, അല്ലെങ്കിൽ എടുക്കുമ്പോൾ പിറവ് പോയിട്ട് കുത്തുക, ഏതെങ്കിലും മതിൽ പോയിട്ട് കുത്തുറാണ്ടായിട്ട് അങ്ങ് നോക്കണം. അപ്പം സ്റ്റാർട്ടിങ് പ്രോബ്ലമു അത് വലിയ ഡേഞ്ചർ ആയിട്ട്. തുടക്കം ശരിയില്ലേ ഒടുക്കവും ശരിക്കില്ല. അപ്പം അതുകൊണ്ട് തുടക്കത്തിലേ അള്ളാഹുക്ക് ഇഷ്ടമില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ എത്രയോ പെൺമക്ക അങ്ങ് നല്ല ദീനിക്കറ്, അതേ സമയത്ത് ആൺമക്കളെ പുതിയാമ്പിളുടെ കടയുടെ ബണ്ട പെണ്ണിങ് ആയിട്ട് ഇതെല്ലാം ബെടക്കാക്കി വിടുറോ. ആൺമക്കളെ വലിച്ചോണ്ട് പോയിട്ട് നീ മോതിരിട്, നീ വാച്ച് കെട്ട്, നീ അതിട്, നീ മാലയിട് ചെന്നിട്ട് എല്ലാ ഹറാമുടെ കൂടെ ആക്കോട്ടിട്ടുള്ളാറ്. പെണ്ണിങ്ങ ഭാര്യ ജാഗ്രത ആക്കണം. നിങ്ങളെ പെൺമക്കളോ നിങ്ങളെ ആൺമക്കളോ നിങ്ങൾ നാശത്ത് കൊണ്ടുപോയിട്ടായിട്ട് ഇടുറോ. അപ്പം അതുകൊണ്ട് വൈവാഹിക ജീവിതം ചെല്ലത് അത്രയും സംശുദ്ധമായ ഒരു ആയിട്ടിക്കണം. ആ പെണ്ണ് നോക്കൽ പരിപാടി, ആ എൻഗേജ്മെന്റ് ചെല്ല പേരിൽ ഒരു കാലത്തും അങ്ങനെയുള്ള ഒരു ഹറാമ് ഉണ്ടാവുകയെ തീരാ. ഇപ്പൊ അകത്തുള്ള പെണ്ണ് നോക്കിയിരുന്നാൽ ഇപ്പൊ ഹാൾക്ക് പോയിട്ട് എത്തി അതൊരു മങ്ങില പോലെ ആയിട്ട് സുബ്ഹാനല്ലാഹ് എത്ര അതുക്ക് വേനായിട്ട് വേസ്റ്റ് ചെലവാക്കിടാറ്. ഇതെല്ലാം ഹറാമുക്ക് ചെലവാക്കിയ പോലെ അല്ലേ. എല്ലാ ഈ പെണ്ണ് ആണ് ഒട്ടിയതിന്റെ ഫോട്ടോ എടുക്കറോ, വീഡിയോ ആക്കണോ, ഇതെല്ലാം ഹറാമു. ഇതുക്ക് വേനായിട്ട് അവൻ കൊടുക്കുന്ന ഭക്ഷണം ഹറാമു. ഇത് ഈ ഹറാമുക്ക് ആവശ്യമായ ചെലവാക്കണത് എല്ലാം ഹറാമുക്ക് ചെലവാക്കിയതുപോലെ അവന്റെ സമ്പത്ത് അവൻ പൂർണ്ണമായിട്ട് ഹറാമുക അള്ളാഹു ഇഷ്ടപ്പെടാത്തേക്ക് ചെലവാക്കിയ പോലെ അവിടെ. ഇത് ഭാരി ഡേഞ്ചർ ആയിട്ടിക്കിട്. ജീവിതത്തിൽ പിന്നെ ബറക്കത്തും ഇല്ല. ബറക്കത്തില്ലാത്തൊരു ജീവിതമായി പോകൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഇതാ ഖതബ ഇംറഅതൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബഹുമാനപ്പെട്ട മുഗൈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ചെല്ല സ്വഹാബി വന്നിട്ട് ചെല്ല്, ഞാനൊരു പെണ്ണിടോ മുണ്ടിട നബിയേ, ഒരു നല്ലൊരു ദീനിയായ പെണ്ണ് ഇന്ന ജാഗലുണ്ട് ചെന്നിട്ട് ഞാൻ മുണ്ടിട അങ്ങ് ആക്കിടാറ് ചെന്നിട്ട് നക്ക് ഉറപ്പ് തന്നിടാറ്. അപ്പൊ ഇനി എന്താക്കണു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ഉൻദുർ ഇലൈഹാ ഫഇന്നഹു അഹ്റാ അൻ യുഅദമ ബൈനകുമാ. നീ ആ പെണ്ണുക്ക് നോക്കണോ ചെല്ലു. പെണ്ണ് നോക്കുക ചെല്ലത് നിങ്ങളിടയിൽ സ്നേഹമുണ്ടാവും. കാരണം അവ ഈ പെണ്ണ് നോക്കൽ ചെല്ലത് ചന്തമുള്ള ആളാ ഇല്ലേ ചെല്ലത് മാത്രമല്ല അതിലുള്ളത്. ഈ പെണ്ണ് നോക്കൽ ചെല്ലത് അതൊരു സുന്നത്തായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ, നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഒരു പെണ്ണിടെ നോക്കിയിട്ട് നിങ്ങൾ മങ്ങിലാരും കണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വലിയൊരു മഹബത്ത് ഉണ്ടാവുള്ളൂ, സ്നേഹമുണ്ടാവുക ഒരു കാരണ. അതേ സമയത്ത് അത് ഹറാമായ രൂപത്തിലായിപ്പോയെങ്കിലാ സ്നേഹം ഉണ്ടാവിടല്ല, വലിയൊരു ബറക്കത്തും വടക്കുണ്ടാവും. പിന്നെ വടക്കുണ്ടാവിടെ സ്നേഹമല്ല, ബറക്കത്ത് നഷ്ടപ്പെടായിട്ടിക്കട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അപ്പൊ എൻഗേജ്മെന്റ് ചെന്നിട്ട് ഈ പെണ്ണ് നോക്കൽ പരിപാടി എന്താക്കിടാറ് മനുഷ്യന്മാരാക്കിടാറ്. ഭാരി ഡേഞ്ചർ. അൽ ബറക്കത്തു ഫി സമാനി വഫി റിസ്ഖി വഫി നബത്തി ഇന്നമാ യകൂനു മിൻ ത്വരീഖി ഖുവ്വത്തിൽ ഈമാൻ വത്തിബാഇൽ അംർ വജിത്തിനാബിൻ നഹി. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ചെണ്ട് ഒരു മനുഷ്യരെ റിസ്കിൽ ബർക്കത്തുണ്ടാവടോ, ഒരു മനുഷ്യരുടെ സമയത്തിൽ ബർക്കത്തുണ്ടാവടോ, ഒരു മനുഷ്യരുടെ കൃഷിയിൽ ബർക്കത്തുണ്ടാവടോ, ഇതെല്ലാം അവನು ശരീഅത്തുറ നിയമങ്ങൾ അംഗീകരിച്ചിട്ട് ആവുമ്പോൾ മാത്രം. ശരീഅത്തുറ നിയമങ്ങൾ, ഇസ്ലാമിയുടെ നിയമങ്ങൾ എങ്ങനെയുണ്ടോ അത് അംഗീകരിച്ചിട്ടാവുമ്പോൾ അവൻ്റെ റിസ്കിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അവൻ്റെ സമയത്തിൽ ടൈമിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അവൻ്റെ സന്താനങ്ങളിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അവൻ്റെ കൃഷികളിൽ ബർക്കത്തുണ്ടാവുള്ളൂ. അതേ സമയത്ത് ശരീഅത്തുറ നിയമങ്ങൾ പാലനാക്കാണ്ട് ഒരു മനുഷ്യൻ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ മൻ തറക മആസിയല്ലാഹി വനഫ്സുഹു തസ്തഹീഹാ അവ്വലഹുല്ലാഹു ഈമാനൻ ഫീ ഖൽബിഹി വസഅതൻ വൻശിറാഹൻ വബറകതൻ ഫീ റിസ്ഖിഹി. ബഹുമാനപ്പെട്ട അല്ലാമ സഅദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കരു, ഒരാള് ദോഷങ്ങളെ തൊട്ട് ശരീഅത്തുടെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചിട്ട് ഹറാമായ കാര്യങ്ങളെ തൊട്ട് ദൂരെ നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുക, അവൻ്റെ റിസ്കിൽ ബറക്കത്തും വിശാലത ഉണ്ടാവുക എന്നിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ സഅദി റളിയല്ലാഹു അൻഹു ചൊല്ലും. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മഹാന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആനിലും ചൊല്ലോ ഹറാമിടെ തൊട്ട് ദൂരെ നിൽക്കണം. എൻഗേജ്മെന്റ് ചെന്നിട്ട് ഈ ഒരു ഹറാമായ രൂപത്തിൽ അതൊന്നും വേണ്ട, പെണ്ണ് നോക്കണം. എപ്പാ ആ പെണ്ണിടെ ഓണക്ക് ആക്കിടാറ് ചെന്നിട്ട് ഉറപ്പുണ്ട്, ഓൺ മങ്ങിലാവിട ചെന്നിട്ടും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പുതിയാമ്പില പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞു. ഇനി പുതിയാമ്പില ഗൾഫിലുള്ള പുതിയാമ്പില വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള അവർക്ക് നോക്കുക ആവില്ലെങ്കിൽ അവനക്ക് വിശ്വസ്തന്മാരായ ഒന്ന് രണ്ട് പെണ്ണുങ്ങളെ കടത്തിയിട്ട് നോക്കിയിട്ട് അവന് തീരുമാനിക്കണം. അവനക്ക് വിശ്വസ്തന്മാരായ പെണ്ണുങ്ങളാവണം. ആ പെണ്ണുങ്ങളെ കടത്തിയിട്ട് അങ്ങ് ചെന്ന പോലെ അവനെ തീരുമാനിച്ചിട്ട് വിടണം. ഇതായിട്ട് ഇസ്ലാമിയുടെ നിയമം. ഇതെല്ലാം പോയിട്ട് ഒരു റാസി പെണ്ണുങ്ങളോ അതും പെണ്ണുങ്ങൾക്ക് വിളിച്ചില്ലെങ്കിൽ അർശമുണ്ടോ തൻ്റെ വിളിച്ചില്ല അതൊക്കെ പിന്നായിട്ട് കുടുംബ വടക്ക്. ഈ പെണ്ണുങ്ങൾക്ക് ഇതെന്തും ഇസ്ലാമിൽ ഇല്ലാച്ചുള്ള ഒരു ബുദ്ധി എത്ര ചെന്നെങ്കിലും തലക്ക് പോകണ്ടില്ല എന്നെങ്കിൽ വലിയ ഡേഞ്ചർ. അപ്പം അതുകൊണ്ട് ഇത് ആണ്ട കടടങ്ങ യാറും ശ്രദ്ധിക്കണോ. അങ്ങനത്തെ ഉള്ള ഒരു പെണ്ണ് നോക്കൽ പരിപാടി നിപ്പാട്ടണോ. എൻഗേജ്മെന്റ് എന്നിട്ട് ഇസ്ലാമിലുണ്ട് ഖിത്ബത്ത്, അതായത് ഒരു പെണ്ണിടെ ഒരാൾ നോക്കിയാൽ ഇഷ്ടപ്പെട്ടിട്ട് പെണ്ണുക ആണ്ടും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആണ്ടക്കടയുടെ ആൾമാർ പെണ്ണിടെ ഒത്തുക്ക് പോയിട്ട് ഇതാ നിങ്ങളെ പെണ്ണിടോ നാളെ മോണുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആക്കിടാറാ ചെന്നിട്ട് അങ്ങോട്ട് സമ്മതം കേൾക്കണോ. ആ ടൈമിൽ ഒരു ഖുത്ബോദലും സുന്നത്തുണ്ട്. ഒരു ഖുത്ബ ഓതിയിട്ട് അങ്ങോട്ട് സമ്മതം കേട്ടിട്ട് അങ്ങനെ സമ്മതപ്രകാരം മടങ്ങി വേണ്ടോ. പിന്നെ രണ്ടാമതൊരു നോക്കൽ, രണ്ടാമത് പോയിട്ട് അതാക്കല് ഇതാക്കല് ചെല്ലത് ഇസ്ലാമിലില്ല. ഇനി കെട്ട പുതിയാമ്പിലും അതുപോലെ ബാക്കിയുള്ള ആണുങ്ങൾ പോയിട്ട് നോക്കണിട്ട് കണ്ടെങ്കിൽ എല്ലാവരും പബ്ലിക്കിൽ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ ഹാളിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടി ആക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത് 100% ഹറാമായ ഫംഗ്ഷനായിട്ടിക്കട്. അതിക്ക് ചെലവാക്കേണ്ടതെല്ലാം ഹറാമായിട്ടിക്കൂ. അള്ളാഹു ഒരു കാലത്തും ആ ദാമ്പത്യ ജീവിതത്തെ പൊരുത്തപ്പെടില്ല ചെല്ലതും ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി പിന്നൊരു വിഷയം എന്താ എന്തെങ്കിലും മെഹന്തി ഡേ. ഇപ്പം സുബ്ഹാനല്ലാ ഭയങ്കരമായ ഒരു ടെൻഷന് മൊയ്ലാഞ്ചി ചെല്ല പരിപാടി. പൂർവ്വകാലത്തിലെല്ലാം മങ്ങിൽത്ത് മുന്നൽത്തണ്ട് ഒരു മർച്ചങ്ങളെ പേരിൽ യാസീൻ ഓതിയിട്ട് ഒരു മൗലൂദ് ഓതിയിട്ട് വന്ന ആൾമാർക്ക് ഒരു ഭക്ഷണം കൊടുത്തോണ്ടിരുന്നാரு ബർക്കത്ത്. അത് പ്രശ്നമില്ല, ആൾമാർക്ക് ഭക്ഷണം കൊടുക്കുക ചെല്ലത് ത്വാം ഇസ്ലാമിൽ വലിയൊരു മഹത്വമുള്ള ഒരു കാര്യമല്ലേ. അവ വന്ന ആൾമാർക്കെല്ലാം ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഇൻഷാ അല്ലാ ഒരു മൗലൂദും മർച്ചങ്ങളെ പേരിൽ ഒരു യാസീനെല്ലാം ഓതി ദ്വാരന്ന് പൊട്ടോണ്ടിരുന്നാറ്. ഇണ്ട് നോക്കുമ്പോൾ അതെല്ലാം പോയിട്ട് മൗലൂദ് എപ്പോൾ ഓതരോ ജന്നാലും മൂന്നോലും എല്ലാം ശുദ്ധില്ലാട്ട് 4 മുസ്താദ്മാരെ വിളിച്ചിട്ട് മൗലൂദ് ഓതി പോയാറ്. പിന്നെ മൗലാഞ്ച് ഹാളിൽ എങ്ങനെ ആക്കടോ. ഇപ്പോൾ പുതിയ പെണ്ണുക്ക് ഇടീ കൈക്കാളുകളെല്ലാം മൗലാഞ്ചി വെച്ചിട്ട് ആ മൗലാഞ്ചി വെച്ചിട്ട് എന്താക്കടോ അത് ആ സ്റ്റേജിൽ പോയിട്ട് ദൈപ്പാട്ട് കൊണ്ടു. സ്റ്റേജിൽ ദൈപ്പാട്ടിട്ട് പിന്നെ ഇങ്ങനെ കാളുടെ അടിയുടെ പിടി ഇങ്ങനെ മേൽത്തോലെ തലത്തോലെ വീഡിയോ ആക്കുകൊണ്ടു. ആരെങ്കിലും ആണിങ്ങൾ വന്നിട്ട് അങ്ങനെ വീഡിയോ ആക്കടോ.
ഇങ്ങനെ എന്തെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമായ കാര്യങ്ങളോട് ഉണ്ടാക്കണം. സുബ്ഹാനല്ലാഹ്. അന്യ ആണുങ്ങളെ മുതൽ ഈ പുതിയ പെണ്ണിന്റെ പ്രദർശിപ്പിക്കറോ സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ അത് വീഡിയോ കൊണ്ടോ. സുബ്ഹാനല്ലാഹ്. എന്തെല്ല എല്ലാ ആ മോലാഞ്ചിക്ക് വന്ന ആണുങ്ങളെല്ലാം വന്നിട്ട് പുതിയ പെണ്ണ് കൈ കൊടുത്തിട്ട് പുതിയ പെണ്ണിടെ നോക്കിയിട്ട് മുട്ട നിന്നിട്ട് വീഡിയോ കൂടെ മച്ചിഞ്ച് വേറെ ചങ്ങ കാക്ക വേറെ ക്ലാസ്മെന്റ് പറ്റി ക്ലാസ്മെന്റൽ ആയിട്ട് ഇപ്പൊ ഇത് എല്ലാം ಮೆಂಟಲ್മാരെല്ലാം വന്നിട്ട് ഒട്ടിക്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുக்கிறോ, ഒട്ടിക്ക് വെച്ചിട്ട് ഒരു പാർട്ടി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു മൗലാഞ്ചാക്കിയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പോയെങ്കിൽ ഈ ഇതുക്ക് പറക്കട മക്ക നല്ലവാ, ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാ. ഇത് ഭാര്യ സൂക്ഷിക്കണായത്. മെഹന്തി ഡേ ചെന്നിട്ട് അങ്ങനെ നിന്ന് പ്രത്യേകമായ ഡേ ആക്കണ്ട. മൗലാഞ്ചി രണ്ട് മങ്ങിലത്തെ മുതൽത്തണ്ട് എപ്പെങ്കിലും നല്ല മൗലൂദും യാസീനും ഖുർആാനും എല്ലാം ഓതിട്ട് ആരെങ്കിലും വന്നാൽമാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോയിട്ട് എങ്കിൽ മോശമില്ല. അതേ സമയത്ത് ഈ പെൺമക്കളോ മൈലാഞ്ചി രണ്ട് വാപ്പാസ് എന്തോ ചങ്ങായിമാരെല്ലാം വന്നിട്ട് ആ ഐസ്ക്രീമും അത് ഇതെല്ലാം മേൽക്ക് മെത്തകൊണ്ട് തിന്നുകൊണ്ട് എല്ലാം ഇടി മേൽക്കെല്ലാം മുറിக்கிறോ, പിന്നെ കേക്ക് മുറിக்கிறോ. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം ഹറാമായ കാര്യങ്ങൾ, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുக்கிறോ. ഇതെല്ലാം ഇതിക്ക് എത്ര ചെലവ്. ഓരോരോ കേക്ക് 5000 രൂപ, 10,000 രൂപ, 25,000 രൂപയുടെ കേക്ക്. സുബ്ഹാനല്ലാഹ്. ചോക്ലേറ്റ് വേറെ കാല് ചോക്ലേറ്റിക്ക് 25,000 30,000 രൂപയുടെ ചോക്ലേറ്റ് ആറാരുടെ കട എടുത്തിട്ട് നയിച്ച പൈസ, കഷ്ടപ്പെട്ട് നയിച്ച പൈസ എല്ലാം ഹറാമുക്ക് ചെലവാക്കണം. അള്ളാഹു പൊരുത്തപ്പെടുക. മൗലാഞ്ചി വെക്കട്ട് പെണ്ണിങ്ങ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ല് മൗലാഞ്ചി വെക്കണോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കിട്ടിയപ്പ ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു ഓർഡർ ആക്കിട്. യാ മാശറൻ നിസാ, ഓ പെണ്ണുങ്ങളെ, ഇദഖ്തലബ്തുന്ന ഫഇയ്യാകുന്ന നഖ്ശ വത്തത്രീഫ് വൽതഖ്ലബ് ഇഹ്ദാകുന്ന യദൈഹാ ഇലാ ഹാദാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഓർഡർ ആക്കിട്. എന്തൊരു ഓർഡർ. സുബ്ഹാനല്ലാഹ്. പെണ്ണിങ്ങ മൗലാഞ്ചി വെക്കിരെങ്കിൽ നക്ഷ ചിത്രപട് പാട്ടിട്ട് ആരും മൗലാഞ്ചി വെക്കണ്ട. ഇങ്ങനെ ഫുള്ള് ബലയിടത്തോലോ ആ അത്രത്തോലോ കംപ്ലീറ്റ് മൗലാഞ്ചി മെത്തിട്ട് ഇങ്ങനെ വെக்கிறോ. അങ്ങനെ ഒരു മൗലാഞ്ചി നിങ്ങൾ വെക്കുറോ. ഇസ്ലാമുള്ള മൗലാഞ്ചി അത്രമേ. ഇപ്പൊ പിന്നെ കൈയുടെ പിടിച്ച തൊക്കടടി തോലോ, കാലിന്റെ അടി പിടിച്ച തൊടതോലോ കംപ്ലീറ്റ് ബയത്തിലും മേൽ ഇടി മൗലാഞ്ചി. അത് ആറ് വെക്കടോ. സുബ്ഹാനല്ലാഹ്. സിറ്റി സെന്റർക്ക് പോകണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൗലാഞ്ചി വെക്കടോ ഒരു ജാഗ് പോകണ്ടോ. ജാഗ് പോയിട്ട് അവിടെ അന്യ പുരുഷന്റെ മുതൽ കൈക്കാൽ നീട്ടിരോ, അല്ലെങ്കിൽ അന്യ ആണിങ്ങ, അല്ലെങ്കിൽ ചില ആൾക്കാർ പൈസ കൊടുത്തിട്ട് വലിയ വലിയ പെൺമക്കളെ ദൂരത്ത് മൗലാഞ്ചി വെക്കുന്ന സ്പെഷ്യലിസ്റ്റ്മാരെ കുട്ടി കൊണ്ടുപോണ്ടോ വന്നിട്ട് മൗലാഞ്ചി വെക്കറോ. 5,000 10,000 നമുക്ക് പൈസ. എന്തെങ്കിലും ഈ ഹറാമു. ചില പാവത്തങ്ങളുള്ളാറ് പള്ളി കലക്ഷൻ ആക്കിയിട്ട് ആരെങ്കിലും പൈസക്കാരെ സദക്ക് കൊടുത്തോ ആ പൈസത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെലവാക്കൂടെ ചെന്നെങ്കിൽ എത്ര വില വിരോധാഭാസ ഇത് ഒരിക്കലും പാടില്ല. ഇതെല്ലാം കംപ്ലീറ്റ് ഈ സമുദായം നിപ്പാട്ടണം. മുസ്ലിം സമുദായം ഇതിനെ കംപ്ലീറ്റ് നിപ്പാട്ടിട്ട് അങ്ങെന്താക്കണോ, കംപ്ലീറ്റ് ഇതിനെ നിപ്പാട്ടണം. എല്ലാ പെണ്ണുങ്ങളും ഇതിക്ക് ബഹിഷ്കാരം ഇടണം. എത്രത്തോളം എന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധം നടക്കരുത്. ജമൽ യുദ്ധം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മക്കത്ത് ഉംറത്ത് വന്ന പെണ്ണിങ്ങ. ആ സമയത്തായിട്ട് അവിടെ ഒരു യുദ്ധം നടക്കറോ സ്വഹാബത്തിനിടയില്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വണ്ടടോ അവിടെ ഏതോ ഒരാൾ വന്നിട്ട് എന്താക്കാറ് പിന്നെ കൊത്തിറാറ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സേഫ്റ്റി ആക്കുവാനായിട്ട് കൊത്തിരോണ്ടും ചരിത്രത്തിൽ ചൊല്ലും. അങ്ങനെ വണ്ടേ അവിടെ എന്താ അവിടെ ചാവിടും. അതുക്കായിട്ടിക്കിട് ജമൽ യുദ്ധം ചൊല്ലും. അങ്ങനെ വണ്ട ചത്തിട്ടാകുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൂടാരത്തോ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എടുത്തിട്ട് സൂക്ഷിക്കൂ, വേറെ മൊത്തം പിന്നെ കൊണ്ടുപോയിട്ട് ഷിഫ്റ്റ് ആക്കണോ ചെല്ലുമ്പോ അതിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതിൽ ഉൾഗ ഉണ്ടായില്ലേ ചെന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ആങ്ങലെ ഒന്ന് കൈട്ട് നോക്കിയതിന് മാത്രം. അപ്പമേ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ല് അഹറക്കല്ലാഹു ബിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൈടോ ആരത് നിന്റെ മേൽ കൈയിടോ, ഈ കൈടോ അള്ളാഹു തീ കൊണ്ട് കരിക്കട്ടെ എന്നിട്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ ചൊല്ല്. കാരണം അത്രയും സൂക്ഷിച്ചോണ്ട് ഇറങ്ങാം അങ്ങനത്തെ അവിടേക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അയാൾ ചൊല്ലി നിങ്ങൾ ആങ്ങല പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ല്. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അദ്ദുന്യ ബിനാരി ദുന്യ ഖബറൽ ആഖിറ, ദുനിയാവിന്റെ തീ എന്നിട്ട് കൂട്ടിക്കൊടുക്കൂ. അങ്ങനെ ബായുടെ ബൂണൽ പിന്നെ പിറവെടുക്കുകയില്ലല്ലേ. അങ്ങനെ ദുനിയാവിടെ തീ കൊണ്ടയാൽ കരഞ്ഞിട്ട് ചെന്നിട്ട് ചരിത്രത്തിൽ ചൊല്ല്. അപ്പൊ അവിടെ ചെന്നോണ്ട് വന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എത്രമാത്രം ജാഗ്രതാക്കി നോക്കൂ. അങ്ങനത്തെ അവിടേക്ക് ഈ പെൺമക്കളെ കൊണ്ടുപോയിട്ട് മൊലാഞ്ചി വെക്കുക, അന്യ ആണുങ്ങളൊട്ടിക്ക് കൈ നീട്ടി കൊടുക്കുക ചെന്നെങ്കിൽ എത്ര ദീനില്ല. ഈ പെണ്ണിടെ അബ്ബവും മകു, അല്ലെങ്കിൽ ഈ പെണ്ണുക്ക്, അല്ലെങ്കിൽ ഈ പെണ്ണിടെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിങ്ങോകു ഒരു തെല്ലും ഒരു ദീന്റെ ഒരു അംശ ഗന്ധകാലി തട്ടിട്ടില്ലേ ചെന്നിട്ടായിട്ട് നമുക്ക് ആലോചനാക്കണമല്ലായത്. അതെല്ലാം ചിലതെല്ലാം വീഡിയോത്തിൽ വാട്സപ്പിൽ പണ്ട്. സുബ്ഹാനല്ലാഹ്.
ഇതെല്ലാം ഒരു ജാഗ്രതയാക്കോ തീരാത്ത ഒരു അബ്ബവുമ്മ എന്തെങ്കിലും മക്കളുണ്ടാക്കണോണ്ടായിട്ട് ഞങ്ങളെ ക്വസ്റ്റൻ. അപ്പം അതുകൊണ്ട് നല്ല ജാഗ്രതയാക്കണം ആ വിഷയത്തിൽ. അങ്ങനത്തെ ഒരു മെഹന്തി ഡേ, അങ്ങനത്തെ ഒരു ഇപ്പൊ പുതിയൊരു ഡേ വന്നിട്ട് ഹലദി ഡേ എന്നിട്ട് എല്ലാ മേൽക്കും മഞ്ഞൾ വെത്തരും. ആണുങ്ങും പെണ്ണുങ്ങും പരസ്പരം മഞ്ഞൾ വെത്തിട്ട് കംപ്ലീറ്റ് എന്താക്കണോ അത് പുതിയ പെണ്ണുക്ക് അവൾ ചന്താകുവാനായിട്ട് മഞ്ഞ തോത്തിണ്ടിരുന്നാർ ഒരു കാലത്ത്. മഞ്ഞ തോത്തിട്ടാകുമ്പോൾ അവൾ നല്ല തെല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവല്ലോ, മുഖം തടിയല്ല. ഒരു പുതിയ ആമ്പിളയെ കണ്ടിട്ട് കൊസിയാവട്ടി എന്നിട്ട് അങ്ങനെ ഒന്നും ആക്കിണ്ടിരുന്നാർ. ഇപ്പൊ അതെന്തായിത്ത് എല്ലാം മഞ്ഞ ഡ്രസ്സ്, അതിനൊട്ടിക്കാൻ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് വാപ്പസ് എല്ലാവർക്കും മഞ്ഞൾ തോത്തರು. പെണ്ണിങ് ആണിങ്ങ കുത്തോത്തರು, ആണിങ്ങ പെണ്ണിങ്ങ കുത്തോത്തರು, സകല ആൾക്കും മഞ്ഞൾ. സുബ്ഹാനല്ലാ, എന്തെല്ലാം ഹറാമു, എന്തെല്ലാം ഒരു മുസീബത്ത് ഈ സമുദായത്തിലുണ്ടാവണോ. ഇതുകൊണ്ടായിട്ടിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഞങ്ങൾ അധികാര ശത്രുക്കളെ കയ്യിൽ ഏൽപ്പിக்கிறோம். ഞങ്ങൾക്ക് ദീനില്ലാണ്ടാവുമ്പോൾ അള്ളാഹു താല ശത്രുക്കളെ ഞങ്ങളെ മേൽ ഏൽപ്പിച്ചു വിടുക. ഈ ഹലദിടെ ഇസ്ലാമില് കംപ്ലീറ്റ് അത് നിരുത്സാഹപ്പെടുത്തണോ, അതിനെ കംപ്ലീറ്റ് നിപ്പാട്ടണോ. അത് ആര് എന്ത് ചെന്നിങ്ങും സാറില്ല, അതിനെ നിപ്പാട്ടി വിടണോ, അങ്ങനെയുള്ളതെല്ലാം. അതോടൊപ്പം പിന്നെ ലാസ്റ്റ് ചൊല്ലുള്ളത് വിവാഹപൂർവമായിട്ട് നടക്കുന്ന അനാചാരത്തിൽ ഷോപ്പിംഗ് ആയിട്ട് ഷോപ്പിംഗ് ಅಂದ್ರೆ ഇപ്പൊ പുതിയൊന്ന് തുടങ്ങിയത്. പുതിയ ಅಂದ್ರೆ നിങ്ങൾ പുതിയ ആമ്പിളിടും പുതിയ പെണ്ണിടും ഒരേ രൂപത്തിലുള്ള ഡ്രസ്സ് ആകുവാനായിട്ട് ജണ്ടാൽ ഒട്ടിಗೆ ഒരു ഷോപ്പിംഗ് പോകണ്ട. മങ്ങിൽ അവിടേക്ക് മൂന്നല്ലേ പുതിയ എണ്ണിടും ഭാഗത്തങ്ങ് പോകണ്ടോ, പുതിയ ആമ്പിളിന്റെ ഭാഗത്തങ്ങ് പോകണ്ടോ. അവിടെ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കൊണ്ടു, അവിടെ പോയിട്ടൊരു പിന്നെ ഡ്രസ്സെല്ലാം പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കൊണ്ടു, അവിടെ പോയിട്ടൊരു വീഡിയോ ആക്കൊണ്ടു. നിക്കാഹ് ഇനിയും നടന്നിട്ടില്ല. എന്തെല്ലാം മുസീബത്ത്, എന്തെല്ലാം ഓരോന്നും ഉണ്ടാക്കണോ. ആരെങ്കിലും യഹൂദി നസറാനികൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണോ, അതിനെ ഏറ്റെടുത്തിട്ട് പൂർത്തിയാക്കണോ മുസ്ലിമീങ്ങ. ഇസ്ലാം ചെല്ലത് ഗന്ധകാലി പോലും നിങ്ങൾക്ക് തട്ടിട്ടില്ലേറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലാതെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ ഷോപ്പിങ്ങും അതും ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു പെണ്ണുക്ക് മഹറമില്ലാണ്ട് അന്യ ആണിങ്ങളൊട്ടിಗೆ യാത്ര പോകൽ ഹറാമു പാടില്ല ചെന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. എത്രത്തോളം നിങ്ങൾ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞു ചൊല്ലു, നബിയെ ഇന്നി ഉരീദു അൻ നഖ്റുജ ഫീ ജയ്ഷി കദാ വ കദാ, നാണ് നിങ്ങളെ ഇന്നാലിന്ന സൈന്യത്തില് യുദ്ധത്തിക്ക് പോയിട്ടില്ല. പിന്നെ ഒംറാത്തി തുരീദുൽ ഹജ്ജ, നന്റെ പെഞ്ഞയി ഹജ്ജിക്ക് പോകും ഉദ്ദേശിച്ചൊരാള്. അപ്പൊ എന്താക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നീ നന്റെ യുദ്ധത്ത് വരണ്ട, നീ പെഞ്ഞേരൊട്ടിക്ക് ഹജ്ജിക്ക് പോ, ഒരുത്തിരെ കടത്തണ്ട ചെന്നിട്ട്. അങ്ങനത്തെ ഇസ്ലാമിൽ പറഞ്ഞ പെൺമക്ക, അങ്ങനത്തെ ഇസ്ലാമിൽ പറഞ്ഞ ആൺമക്ക ഒട്ടിಗೆ ഷോപ്പിംഗ് പോകണ്ടു. എപ്പ നിക്കാഹ് മുന്നോളൂ എന്തിക്ക് ഒരേ പോലത്തെ ಡ್ರೆಸ್ ആവും. ഈ ಕೆಲವ ಕಾಕಮ್ಮಾಮಿ ಒಟ್ಟಿಗೆ പോകണ്ടു, ಅಂಕು ഒരേ പോലെ ಡ್ರೆಸ್ ആവണം. ബാലക്കാരിಗೆಲ್ಲ ഒരേ പോലത്തെ ഡ്രസ്സ്, അപ്പുറത്തെ കടലിലെ ഒരേ പോലത്തെ ഡ്രസ്സ്. ഇങ്ങനത്തെ എല്ലാ അനാചാരവും ഹറാമിയത്തും പരിശുദ്ധമായ ഏറ്റവും പവിത്രമായ ഒരു സഭ നിക്കാഹ്, വൈവാഹിക ജീവിത. ഈ ജീവിതത്തെ കംപ്ലീറ്റ് ഹറാമ് മിക്സാക്കിയിട്ട് അതിനെ കംപ്ലീറ്റ് അപവിത്ര ആക്കണോ ഒരു സമുദായത്തെ മുതಲು ഞങ്ങളെ ഈ ക്ലാസ് ಖಂಡಿತമായിട്ടും നിർബന്ധമായിട്ടും എല്ലാ വിവാഹോടോ ആൺമക്കും പെൺമക്കും ഇത് കേൾക്കണേ. എല്ലാ ആൺമക്കും പെൺമക്കും ഇത് കേട്ടിട്ട് ಖಂಡಿತമായിട്ടും മകളെ ജീവിതത്തോ ദാമ്പത്യ ജീവിതത്തെ ചന്താക്കുവാനായിട്ട് പരിശ്രമിക്കണോ. ഇല്ലെങ്കിൽ വലിയ നാശായിട്ടിരിക്കും. കാരണം ഈ ഹറാമായ രൂപത്തിൽ എല്ലാ നിലക്കും ഹറാമായ രൂപത്തിൽ ഈ വന്ന ദാമ്പത്യ ജീവിത ഇനി ഒരു കാലത്ത് ഈ ഉണ്ടായ മക്കും അതേപോലെ സമുദായ നാശായതുകൊണ്ട് ഒരു സമുദായത്തെ നാശം എങ്ങനെ, ആ സമുദായത്തിലുള്ള ശരീഅത്തുള്ള നിയമങ്ങളെല്ലാം പിന്നെ കംപ്ലീറ്റ് വലിച്ചെറിഞ്ഞിട്ട് തനക്ക് തോന്നിയതുപോലെ ഞങ്ങൾക്ക് മനസ്സിക്ക് എങ്ങനെ തോന്നുന്നു ആ രൂപത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സ്റ്റൈല് കൊടുന്നെങ്കിൽ അത് ഇസ്ലാമിൽ സമ്മതിക്കിற ഇല്ല എന്നുകൊണ്ട് നോക്കുകയില്ല, അതിനങ്ങനമേ പാലനാക്കണോ. അങ്ങനെ ആക്കിയിട്ട് ആ രൂപത്തിൽ കൊണ്ടുപോയെങ്കിൽ ആ സമുദായ നാശാവിടും ചെല്ലതിൽ യാതൊരു സംശയമില്ല. ഇണ്ട് ദ്വാക്ക് ഉത്തരയില്ല. മനുഷ്യന്മാർ എത്രയോ ദ്വാരനത്ത് ആ ദ്വാരനെങ്കിൽ ഞങ്ങൾ ആരെ എതിർക്കണം അവനെ വന്നിട്ട് അധികാരത്തിൽ തയ്ക്കರು. എന്ത് കാരണ ഞങ്ങളെ അനാചാരം. ഇനി ഹിജാബിടെ പ്രശ്നം ഇತ್ತು നോക്കറു. ഹിജാബിടെ പ്രശ്നമായപ്പ ഇസ്ലാമിടെ ശത്രുക്കൾ കാട്ടിയെന്തരോ ആര് ഹിജാബ് ഇടാറ്, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഹിജാബാ, മങ്ങിലത്തവിടെ ഹിജാബ് ഉണ്ടാ, അതേപോലെ പിന്നെ ഷോപ്പിംഗ് പോകുമ്പോൾ ഹിജാബ് ഉണ്ടാ, മാർക്കറ്റിൽ ഹിജാബ് ഉണ്ടാ, ടൗണിൽ ഹിജാബ് ഉണ്ടാ, പിന്നെ സ്കൂളിൽ മാത്രം നിങ്ങൾ എന്ത് ഗലാട്ടാക്കൂടെ ചെന്നിട്ട് ശത്രുക്കൾ ഞങ്ങളെ ക്വസ്റ്റൻ ആക്കുമ്പോൾ ആൻസർ ഇല്ല ഏട്ടെന്നങ്ങ
മൗനായിട്ട് ദയിക്കണായ ഒരു പരിസ്ഥിതി ಬಂದೆತ್ತಿರು. ಅದೇ ಸಮಯത്ത് എല്ലാ മുഖത്തും ഞങ്ങൾ ഹിജാബ് കഡ്ഡയാക്കിയിട്ട് ഞങ്ങൾ ഹിജാബ് ഇട്ടുന്നെങ്കിലാ ഞങ്ങൾക്ക് പലക്കവരെയാ നോക്കറ് എവിടെ മുസ്ലിം പെണ്ണിങ്ങ ഹിജാബ് ഇല്ലാണ്ട് പോടില്ല. അതുകൊണ്ട് സ്കൂളിൽ ഞങ്ങൾക്ക് സമ്മതം തരണോ ചെന്നിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ എടുക്കാം. പക്ഷേ ഓടും ഹിജാബ് ഇടില്ല. ഇಡ್ರ കുറെ സീമിതമായ കുറെ ആൾ മാത്രം ഇടാറല്ലാട്ടെ ബാക്കി ഞങ്ങൾ എവിടെ ഇടില്ല. എല്ലാം തല ജാരിട്ടേക്കറ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ സ്കൂളിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും പോലെ പ്രശ്നമാക്കൂടെ ചെന്നിട്ട് കേൾക്കുമ്പോൾ ഞങ്ങളൊട്ടിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാത്ത ഒരു പരിസ്ഥിതി അങ്ങ് പണ്ട്. അപ്പൊ ഇസ്ലാമിലെ നിയമങ്ങൾ എന്തുണ്ട്, ആ നിയമം അനുസരിച്ചിട്ട് തന്നെ മങ്ങിലത്തേക്ക് ഞങ്ങൾ പ്രിപ്പയർ ആവണം. അപ്പൊ ബിഫോർ മാരേജ് മങ്ങിലത്തേക്ക് മുന്നോൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചിട്ട് നല്ല കൃത്യമായിട്ട് പാലിച്ചിട്ട് ഇൻഷാ അല്ലാ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞങ്ങൾ നിക്കാഹ് പോയിട്ടെത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല പഠിക്കുകയും മനസ്സിലാക്കുകയും ദാമ്പത്യ വിജയത്തിൽ നല്ല സന്തോഷം ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.